ഒത്തിരിയേറെ ശക്തിയും ചൈതന്യവും ആധ്യാത്മിക ശ്രദ്ധയുമുള്ള ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹങ്ങൾ. ഞാൻ കഴിഞ്ഞ 8 വർഷങ്ങളായി ഒരുപാട് ക്ഷേത്രങ്ങളിൽ, ഒരുപാട് സദസ്സുകളിൽ ഒരുമിച്ച് ചിന്തകൾ പങ്കുവെക്കാറുണ്ട്. ഒത്തിരി സൗഹൃദങ്ങൾ ഉള്ള ഒരു മതസമൂഹവുമാണ്. എൻ്റെ ചെറിയ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് അധികം ഗുരുക്കന്മാർ ഇല്ലാത്തതാണ്, അധികം പുരോഹിതന്മാർ വരാത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പാരമ്പര്യമുണ്ട്, വേദേതിഹാസങ്ങളുണ്ട്. മന്വന്തരുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരായ നമുക്ക് ഗീതയും ഉപനിഷത്തും എല്ലാം ഉണ്ട്. അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മുത്തച്ഛനും മുത്തശ്ശിയുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്ന ഒരച്ഛനും അമ്മയുമുണ്ട്, അത് കണ്ടുപിടിക്കുന്ന ഒരു മക്കളുണ്ട്. അവിടെ പഠിപ്പിക്കാൻ അധികം പേര് വേണ്ട, നിങ്ങളെ കണ്ടാൽ മതി, മക്കൾ പഠിക്കും. ഒരു കൊച്ചു കുട്ടിക്ക് പാഠം പഠിക്കുന്ന അമ്മയിൽ നിന്നാണ്, അപ്പനിൽ നിന്നാണ്. 5 പഠിക്കുന്ന കുട്ടി സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും, യൂണിവേഴ്സിറ്റി. അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാറ് കിള്ളി കഴുകി നുള്ളി അടിച്ചു. അവൻ കരഞ്ഞോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി. സാറ് അവൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടിവെക്കുന്നവൻ യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അവൻ അങ്ങനെയാ പറയാൻ പറ്റൂ. എങ്ങനെയാണോ അപ്പനമ്മ അങ്ങനെയാ മക്കൾ. ക്ഷേത്രത്തിൽ പോകുന്ന ഒരച്ഛൻ അമ്മ, ചൊവ്വാഴ്ച നോമ്പ് നോക്കുന്ന ഒരമ്മ, ഹൈന്ദവ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അപ്പാഴ പണിക്കാരുണ്ടോ എന്ന് സന്ധിക്ക് ചോദിച്ച ഒരു വീട്, രാമായണ മാസത്തിൽ രാമായണം ജപിച്ചൊരു വീട്, വിളക്ക് വെക്കുന്നൊരു വീട്. ആ വീട്ടിൽ നിങ്ങളുടെ മക്കളും നന്മയിൽ വരും, വിശുദ്ധിയിൽ വരും. അതിനൊന്നേ ചെയ്യേണ്ടതുള്ളൂ, ഒരു വ്യഗ്രതയും വേണ്ട. നിങ്ങൾ എങ്ങനെ ജീവിച്ചോ, അച്ഛനമ്മമാർ എന്ത് പഠിപ്പിച്ചോ അത് പഠിപ്പിച്ചു പോവുക. ഒരു ഹിന്ദുമതം നന്നായിരിക്കുമ്പോൾ ചേർന്നുള്ള ക്രിസ്തുമതം നന്നാവും, ചേർന്നിരിക്കുന്ന ഇസ്ലാം മതം നന്നാവും. ബഹുഭൂരിപക്ഷമായ നിങ്ങളിൽ നിന്നും നന്മയുടെ തിരികൾ ഉയരുമ്പോൾ രാജ്യം സുന്ദരമാവും. സ്വാമിജി പറഞ്ഞതുപോലെ ഒരു വലിയ ഭാവിയുടെ തിളക്കം സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ സഹകരിക്കാൻ നമുക്കും ആകുന്നത് നമ്മൾ ചെയ്ത് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോവുക. ഈശ്വരൻ നമുക്കൊരു വീട് തന്നു. ആ വീട് 2 വിധത്തിൽ നമുക്ക് പണിയാം. 1 സ്വർഗം, 2 നരകം. ഭൂമിയെ സ്വർഗം പണിയാം, നരകം പണിയാം. കുടുംബജീവിതം നരകമായോ, ജീവിതം നരകമാണ്. കുടുംബം സ്വർഗമാണോ, ജീവിതം സ്വർഗമാണ്. എന്നും വഴക്കുണ്ടാക്കുന്ന ഒരു കെട്ടിയവൻ സ്കൂൾ അധ്യാപകൻ രാവിലെ 5 തെറി വിളിക്കാതെ സ്കൂളിൽ പോവുകയില്ല. ഭാര്യ 3 കേൾക്കാതെ അടുപ്പിൽ തീ കത്തിക്കത്തുമില്ല. ഒരു ദിവസം ഡോസ് കൂടി തെറി വിളിച്ചയാൾ സ്കൂളിലേക്ക് പോയി. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞ് അടുപ്പിൽ തീ കത്തിച്ചു. എന്നും വൈകുന്നേരം 4:30 വന്ന് കെട്ടിയവൻ അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നാടോ അവധി എടുത്ത് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോൾ കെട്ടിയവൻ, അല്ലടി, ഞാനും ഹെഡ് മാസ്റ്ററോടെ 1 പറഞ്ഞു 2 പറഞ്ഞു കത്തിക്കയറി കൊമ്പ് ഓർത്തു. അരിശമെന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, താമല്ല നരകത്തിലോട്ടും പോടോ. ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നടി, ഇവരെ എങ്ങോട്ട് പോകാനായിട്ടാണ്. ഇപ്പം വീടാണ് സ്വർഗം, വീടാണ് നരകം. കള്ളു കുടിക്കുന്ന കെട്ടിയവനാണോ, ആ വീട് നരകം. ചീത്ത പിടിക്കുന്ന ഭാര്യയാണോ, ആ വീട് നരകം. ഇപ്പം കള്ളു കുടിക്കുന്ന ഒരു കെട്ടിയവൻ കുടിച്ച് 45-ാം വയസ്സിൽ കരൾ കലങ്ങി മരിച്ചുപോയി. നരകത്തിൽ ഒരു പ്രത്യേക ഏരിയ കിട്ടി. ഈശ്വരനെ കാണാൻ ഭാഗ്യമില്ലാത്ത അന്ധകാര ശക്തികൾക്കുള്ള ഒരു ഏരിയയിൽ ഇയാൾ താമസിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കണം. പ്രത്യേക കേബിൾ ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയെ വിളിച്ചു, വർത്തമാനം തുടർന്നു. പറഞ്ഞു വരുന്ന 45 മിനിറ്റായി. സമയം കൂടിപ്പോയത് വിളി കിട്ടി. ഇയാൾ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് നരകത്തിന് അധിപനോട് ചോദിച്ചു, ടൈം കൂടിപ്പോയി, എന്ത് തുകയാ പേ ചെയ്യേണ്ടത്? ഇപ്പം നരകാധിപൻ പറഞ്ഞു, തുകയൊന്നും വേണ്ട, ഫ്രീ. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, പൈസയുടെ ആവശ്യമില്ല. ഇവിടെ എങ്ങനെ ജീവിച്ചോ അതാണ് നിത്യത.
ഇവിടുത്തെ ജീവിതം എങ്ങനെയാണോ അതാണ് അനന്തത എന്ന് പറയുക. ഈശ്വരൻ തന്ന വീട്, ഒരു മുത്തച്ഛൻ, ഒരു മുത്തച്ഛി, ഒരമ്മ, അപ്പൻ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഒരു മനുഷ്യൻ ഭയങ്കര കുടിയന്, കുടിക്കുമ്പം കുടിക്കുന്നവരെ നല്ലയാള്, കുടിച്ചു കഴിഞ്ഞാൽ പരമ ചെറ്റയാണ്. ഭാര്യയെ അടിക്കും, മക്കളെ ഇടിക്കും, പാത്രം സ്ഥലം മാറി പറക്കും, പല രീതി. മരണശേഷം ഈ മനുഷ്യന് ഈശ്വരൻ്റെ അടുത്ത് വിടാനുള്ള പുണ്യവുമില്ല, ഒരു അന്ധകാരത്തേക്ക് വിടാനുള്ള തിന്മയില്ല. അപ്പം മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു, കുറേ നാൾ കുത്തിയിരിക്കുക, എന്നിട്ട് ഈശ്വരനെ മുഖം കാണുന്ന സ്വർഗത്തിലേക്ക് കയറ്റി വിടാം. 20 വർഷമാണ് ഇയാളിങ്ങനെ കാത്തിരുന്നു. 20-ാം വർഷത്തിൽ ഭാര്യ മരിച്ചിരുന്നു. ചില കഴിഞ്ഞപ്പം അവിടുത്തെ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു, ദേ ഭർത്താവ് ഇപ്പോഴും ഈശ്വരന് മുന്നിൽ വരാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, കാത്തിരിപ്പാണ്. നീ ഭൂമിയിൽ ഒരുപാട് സഹിച്ചതുകൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം. പക്ഷെ സ്വർഗത്തിൽ കയറണോ ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റിച്ചാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല. ചോദിച്ചോളാം പറഞ്ഞു. ലവ്. സ്ത്രീ പറഞ്ഞു എളുപ്പം LOV ലവ്. നീ ഇവിടെ ഇരുന്നോളാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി ആര് സ്വർഗത്തിൽ കയറാൻ വന്നാലും ഭവതി ഇവിടെ ഇരുന്നോണം. വരുന്നവരോട് ചില വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. തെറ്റിയാൽ കയറ്റില്ല, സംശയിച്ചാൽ കയറ്റില്ല, അറിയത്തില്ല കയറ്റില്ല, ആവർത്തിച്ചാൽ കയറ്റില്ല. സമ്മതിച്ചു. അപ്പം എളുപ്പമുള്ള വാക്കേ ചോദിക്കാവൂ. ഫെയ്ത്ത്, ലവ്, അങ്ങനെ കുറേ വാക്കുകൾ. ഒരു കൂട്ടുകാരി വന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരി, എന്താണ് ഈ ലവിൻ്റെ സ്പെല്ലിങ് പറഞ്ഞ് കയറ്റി വിട്ടു. വേറൊരു കൂട്ടുകാരി വന്നു, ഫെയ്ത്തിൻ്റെ സ്പെല്ലിങ് കയറ്റി വിട്ടു. അന്നാണ് കെട്ടിയവൻ്റെ ഊഴം. കെട്ടിയവന് കുനിഞ്ഞ് സ്വർഗത്തിൽ കയറാൻ വരിക. ഭാര്യ ഓർത്തു, ഭൂമിയിൽ എനിക്കിട്ട് പണി വന്നവന് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. കെട്ടിയൻ ചോദിച്ചു, ഞാൻ സ്വർഗത്തിൽ കയറിക്കോട്ടെ? പറ്റിയല്ല. എന്താ? ഒരു പരീക്ഷ പാസ്സാകാനാണ് ഇതിന് അധികാരി പറഞ്ഞിരിക്കുന്നത്. എന്താ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല. ചോദിക്കുമ്പോഴേ പറഞ്ഞോളൂ. നീ ചോദിക്കുന്നു, ഞാൻ ചോദിക്കും. സമയങ്ങളെ ചോദിക്കില്ല. ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാം. അതോടെ അയാൾ ഔട്ടായെന്നാണ് പറയുക. ഇപ്പം എന്താണോ ഭൂമിയിലെ ജീവിതം അതാണ് നിത്യത. എന്താണോ ഭൂമിയിലെ ജീവിതം അതാണ് നിത്യത എന്ന് പറയുക. ഈശ്വരൻ ഓരോ മതത്തിലും ഈശ്വരനെ തേടാൻ വഴി പഠിപ്പിച്ചു. ക്രിസ്തു മതത്തിന് അതിൻ്റെ വഴിയുണ്ട്, ഇന്ന് ദുഃഖവെള്ളി എന്നൊക്കെ പറയും. ഇസ്ലാം മതത്തിൽ അവർക്കുണ്ട് റംസാനൊക്കെ ആയിട്ട്. ഹിന്ദു മതത്തിൽ അതിൻ്റേതായ ഒരുപാട് വഴികളുണ്ട്. ഓരോ മുനിമാരും പഠിപ്പിച്ചിട്ടുണ്ട്. ഈശ്വര അവതാരങ്ങളായ യുഗപുരുഷന്മാർ മഞ്ഞുന്നകളുടെ മനസാക്ഷികളിൽ പഠിപ്പിച്ച വിശ്വപാഠങ്ങളുണ്ട്. അത് ശ്രീരാമകൃഷ്ണ പരമഹംസരാകാം, സ്വാമി വിവേകാനന്ദനാകാം, ശ്രീനാരായണ ഗുരുവാകാം, അവരബന്ധോ ആകാം, ആരും ആകട്ടെ, എല്ലാവരും പഠിപ്പിച്ച വഴികളുണ്ട് ഈശ്വരനിൽ എത്താനായിട്ട്. അതാണ് ഈശ്വര ചൈതന്യം മുറ്റി നിൽക്കുന്ന കുടുംബം എന്ന് നമ്മൾ ചിന്തിക്ക് പേരിട്ടത്. നമുക്കിന്ന് 10 കൂട്ടം കുടുംബങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു വാർഷിക യോഗമൊക്കെ നടത്തുമ്പോൾ, ചില ലീഡർഷിപ്പ് എടുത്ത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ, നമ്മൾ വന്ന് പങ്കെടുക്കുമ്പോൾ, ഓരോരുത്തരെയൊക്കെ വിളിച്ച് അല്പകാര്യം കേൾക്കുമ്പോൾ, നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ് ഒരു ആത്മവിചിന്തനത്തിന് ഈശ്വരൻ വിളിക്കുന്നു. 10 കൂട്ടം കുടുംബങ്ങളുണ്ട്. 8 എണ്ണം ഈശ്വരനില്ലാത്ത തെറ്റിപ്പോയ കുടുംബങ്ങൾ, 2 എണ്ണം ഈശ്വര സാക്ഷാത്കാരമുള്ള കുടുംബങ്ങൾ. 8 എണ്ണം തെറ്റായ കുടുംബങ്ങൾ. അതിൽ പെടുമോ നമ്മുടെ വീട്? 1, വീട് ഒരു മദ്യഷാപ്പ്. എന്തിനും ഏതിനും കള്ള് വിളമ്പുന്ന, ലഹരി വിളമ്പുന്ന, കുടിക്കുന്ന കെട്ടിയവനുള്ള വീടാണോ ആ കുടുംബത്തിൽ മക്കൾക്ക് ദൈവാനുഗ്രഹം പറ്റിപ്പോകും. കുടിക്കുന്ന കുടുംബം, കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്, എപ്പോഴും ന്യായീകരണം. ക്രിസ്ത്യൻസ് ആണെങ്കിൽ പറയും ക്രിസ്മസ് ദൈവം പിറന്ന ദിവസം അതിൻ്റെ സന്തോഷം, ദുഃഖവെള്ളി ദൈവം മരിച്ച ദിവസം അതിൻ്റെ ദുഃഖം, ഈസ്റ്റർ വരുമ്പോൾ ഉയർന്ന ദിവസം അതിൻ്റെ, വിഷു ആകാം, ഹോളി ആകാം, എന്താഘോഷമാകട്ടെ, എന്തിനു വേദിനും കള്ളു കുടിക്കുന്ന കുടുംബങ്ങൾ. ഒന്നും അല്ലാത്തൊരു ദിവസം ഒരു മനുഷ്യൻ കുടിച്ചു പോയി. ആലോചിച്ചു, എന്താ അങ്ങളെ ഇന്ന് കുടിച്ചത്? എൻ്റെ മറുപടി, എൻ്റെ കൊച്ച് മുലകുടി എന്നിട്ട് എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ഉപ്പുകുടി ആരംഭിച്ചതാണ്. എന്തിനു വേദിനും അതിൻ്റെ ന്യായീകരണങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്ത് നടന്നപ്പോൾ പല കൂട്ടം കള്ളച്ചാരായങ്ങൾ കണ്ടു. അതിൽ 5 എണ്ണത്തിൻ്റെ പേര് വരെ എൻ്റെ മനസ്സിലുണ്ട്. 1 ഓടെ മറിയം, 2 മണവാട്ടി,
3 പുല്ലുപെറുക്കി, 4 പോസ്റ്റേ കയറി, 5 പോസ്റ്റ്മാൻ. ഇത്ര ഓർമ്മയിലുണ്ട്. ഓടയമറിയം എന്ന കള്ളച്ചാരായം ഞാൻ കണ്ടത് മുണ്ടക്കയത്താണ്. അതിൽ 2 വെള്ളം കുടിച്ചാൽ മതി, കുടിച്ച ആൾ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും. ഓടയമറിയം. 2 മണവാട്ടി. മണവാട്ടി കുടിച്ചാൽ പിന്നെ മുടിഞ്ഞ നാണോ തിരുമിക്കൊണ്ടിരിക്കും, വെള്ളേന്ന് വീഴുകയല്ല. 3 പുല്ലുപെറുക്കി. കുടിക്കുന്നവൻ മുറ്റത്ത് കുത്തിയിരുന്ന സകലമാനം പുല്ലും പറിക്കാൻ തുടങ്ങും, വെട്ടം വീണാലും എഴുന്നേറ്റ് പോവുകയല്ല. 4 പോസ്റ്റേ കയറി. 2 ഇപ്പം കഴിച്ചാൽ മതി, ചാമ്പ, പേര, കപ്പള, കമുക്, തെങ്ങ്, പ്ലാവ്. അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക, ഇറങ്ങുക കയറുക. 5 പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ്റെ പ്രത്യേകത, അത് കുടിക്കുന്നവൻ ഭൂമിയിലുള്ള എല്ലാ വീട്ടിൽ കൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും. സ്വന്തം വീട് മാത്രം എവിടെയാണെന്ന് യാതൊരു പിടിയുമില്ല. ഒരു പാലായിൽ ഒരു ചാണ്ടിച്ചേട്ടൻ മൂക്കറ്റം കുടിച്ച് പൂസായ ചാണ്ടിച്ചേട്ടന് വീട് എവിടെയാണെന്ന് യാതൊരു പിടിയുമില്ല. 5-6 സഹകുടിയന്മാരുടെ കൂടെ നടന്ന് വീടിൻ്റെ വാതിലിലെത്തി. ഒരു കുടിയൻ ചെന്ന് വാതിലെ മുട്ടി. ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയെ കൊണ്ട് വന്നതാ. കുടിക്കുന്ന കെട്ടിയവൻ്റെ കൂട്ടുകാരുടെ ഭാര്യ അറപ്പ, അവിടെയെങ്ങാനും ചാണ്ടിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. അവർ 5 മിനിറ്റ് നിന്നു, വാതിൽ തുറക്കുന്നില്ല. അവർ പിന്നെയും കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ പറഞ്ഞില്ലേ ചാണ്ടിയെ കൊണ്ട് വന്നതാന്ന്. അപ്പം പറഞ്ഞു, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്. ഉടനെ അവരുടെ മറുപടി, പൊന്നു പെങ്ങളെ, പുറത്തേക്ക് ഇറങ്ങി വന്ന ഞങ്ങളിൽ ആരാ ചാണ്ടിയെന്നൊന്ന് കാണിച്ചു തരാമോ? ഈ അവസ്ഥകൾ. വീട് ഒരു മദ്യഷാപ്പ്, ഈശ്വരാനിയിലില്ലാത്ത മദ്യഷാപ്പ്, ലഹരി വിളമ്പുന്നു. കുടിച്ച് അങ്ങേറ്റം ആവുന്നതോട് ഒരുത്തൻ കുടിച്ചിട്ട് രാത്രി വീട്ടിൽ വന്ന് കയറി 10:30 ആയപ്പോൾ ഭാര്യ കണ്ടാൽ ബഹളം വെക്കും. പമ്മിപ്പമ്മ് തവളയാട്ടം പോലെ ചാടി കിടക്കുന്ന മുറിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കാല് തെറ്റി താഴെ വീണു, മുഖം അടിച്ചു, 4 ഭാഗം മുറിഞ്ഞു. ഇയാൾ ബാത്റൂമിൽ കയറി കണ്ണാടി മുമ്പിലെ പ്ലാസ്റ്റർ എടുത്ത് 4 മുറിവേലും 4 പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചു. ചെന്ന് കിടന്നുറങ്ങി ടൈറ്റായിട്ട് പുതപ്പിട്ട് മൂടി. വെളുപ്പിന് 6 മണിക്ക് ഭാര്യ കട്ടൻ കാപ്പി അനത്തി കൊടുത്തു പറഞ്ഞു, കാലമാടാ, ഇന്നലെയും താൻ കുടിച്ചോ? എന്നാടി താൻ കുടിച്ചെന്നറിയാം. അപ്പം പുതപ്പ് നോക്കാതെ ചോദിച്ചു, എങ്ങനെയാടി അറിഞ്ഞെന്ന് ചോദിച്ചു. അതേ, നമ്മുടെ ബാത്റൂമിലെ കണ്ണാടിയിൽ 4 പ്ലാസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് മുഖവും മാറിപ്പോയി, കണ്ണാടിയും മാറിപ്പോയി. ഇപ്പം വീട് ഒരു മദ്യഷാപ്പ്, ലഹരി വിളമ്പാം. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരം ട്രെയിൻ പോകുന്ന സമയമായപ്പം 3 കുടിയന്മാർ ഓടി വന്നു ട്രെയിനിൽ കയറാനായിട്ട്. ട്രെയിൻ വന്ന് നിൽക്കുകയും 3 പേരും അകത്ത് കയറി. 2 പേരും കമ്പിയെ പിടിച്ചു. 3-ാമത്തെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടി കുലുങ്ങി, അവൻ പ്ലാറ്റ്ഫോമിലേക്ക് മറിഞ്ഞു വീണു. അവർ മംഗലാപുരത്തിന് പോയി, പിന്നെ ഇവിടെയും കിടന്നു. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് സാവധാനം തോന്നി. അയാൾ വന്നിട്ട് പറഞ്ഞു, പരസ്യമായിട്ട് കുടിച്ച് നാണക്കേടില്ലേ, മക്കളും ഭാര്യ അമ്മയെ കൊള്ളുന്നല്ലേ, ഇങ്ങനെ തെരുവുപട്ടിയെ പോലെ കുടിച്ച് കിടക്കാവോ? ഇതൊരു പാഠം, ഇനി മേലിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് കുടിക്കരുത്. അടുത്തൊരു ട്രെയിനിൽ വേറെ ടിക്കറ്റ് എടുക്കാതെ എൻ്റെ തന്നെ ആനുകൂല്യത്തിൽ കയറ്റി വിട്ടോളാം, സമാധാനമായിട്ട് കാത്തിരിക്കാം. ഇയാൾ പറഞ്ഞു, പൊന്നു സാറേ, അതല്ല പ്രശ്നം. എന്താ പ്രശ്നം? ഞാനായിരുന്നു മംഗലാപുരത്തിന് പോകേണ്ടത്. അമ്മമാരെ ട്രെയിൻ കയറ്റി വിടാൻ വന്നതാണ്. അവർ മംഗലാപുരം പോയി, ഞാൻ കോട്ടയത്ത് ഇരിപ്പുണ്ട്. വീട് ഒരു മദ്യഷാപ്പ്. ഇപ്പം ചില കുടുംബങ്ങൾ മദ്യഷാപ്പുകൾ. 2 വീട് ഒരു കശാപ്പ് കട. ഭ്രൂണഹത്യ എന്ന തിന്മ നടക്കുന്ന കുടുംബം, അബോർഷൻ്റെ തിന്മ നടക്കുന്ന കുടുംബം, ആ കുടുംബത്തെ വിളിക്കും വീട് ഒരു കശാപ്പ് കട. ജീവൻ തന്ന ഈശ്വരനെ ജീവനെടുക്കാൻ അവകാശമുള്ളൂ. അങ്ങനെ ഒരു തിന്മ കുടുംബത്തിൽ വന്നെങ്കിൽ ജീവിക്കുന്ന മക്കൾക്ക് അതിൻ്റെ ഒരു പരിവുണ്ടായിരിക്കും. സമ്പത്തുള്ള കുടുംബത്തിൽ അങ്ങനെയുള്ള തിന്മ വന്നാൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരു സ്ത്രീക്ക് സുഖപ്രസവത്തിന് പണം മുടക്കി നമ്മൾ തന്നെ ആരും അറിയാതെ പരിഹാരം ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിച്ച് പരിഹാരം ചെയ്യണം. കാരണം അങ്ങനെയുള്ള ജീവനെടുക്കാൻ മനുഷ്യന് അവകാശമില്ല. അമ്മ മരിക്കും കുഞ്ഞ് ജനിച്ചാൽ. അങ്ങനെ മെഡിക്കൽ സയൻസ് പറയുന്ന അവസരത്തിൽ കുഞ്ഞിനേക്കാൾ അമ്മയെ രക്ഷിക്കാൻ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റൂ. അപ്പം എളുപ്പത്തിന് സ്വത്തിന് വേണ്ടിയുള്ള തിന്മകൾ. നമ്മൾ പറയും കൊറോണ വൈറസ് ശാപത്തിൻ്റെ വേദനയുടെ കയ്പിൻ്റെ 2 വർഷക്കാലങ്ങൾ.
പക്ഷെ ഓർക്കുക, ആ 2 വർഷക്കാലം ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൻ പ്രകാരം 59,18,000 പേര് ഡയറക്റ്റ് കൊറോണ വൈറസിൽ മരിച്ചെങ്കിൽ ആ 2 വർഷക്കാലം ഈ ഭൂമിയിൽ 1,08,00,000 കുഞ്ഞുങ്ങൾ പിറന്നു. 2 വർഷക്കാലം അബോർഷൻ നിന്നുപോയി, ക്ലിനിക്കുകളില്ല, ഭ്രൂണഹത്യയില്ല, ജീവന്റെ വില, ഈശ്വരൻ എന്ന ജീവന്റെ ദാനം അനുഭവിച്ചു. അപ്പം അങ്ങനെ എന്തെങ്കിലും തിന്മകളുണ്ടോ ജീവിതത്തിൽ, നമ്മൾ അതിനോട് വിട പറയണം. ആരും അറിയാതെ പരിഹാരം ചെയ്യണം. 1, വീട് ഒരു കശാപ്പ് കട. 2, വീടിന് മദ്യഷാപ്പ്. 3, ചില വീടുകൾ ബ്യൂട്ടി പാർലറുകളാണ്. ബ്യൂട്ടി പാർലറുകൾ പൈസ കിട്ടും തോറും അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ പരമാവധി മേടിച്ചു വെക്കുന്നു. എന്തെല്ലാം ഐറ്റങ്ങളാ! ആവശ്യമില്ലാത്ത സാരി, ചുരിദാർ, ചെരുപ്പ്, സ്വർണ്ണാഭരണം, പെർഫ്യൂംസ്, പൗഡർ, ആവശ്യത്തിന് അനാവശ്യമായ മുഴുവൻ പണിത് കൂട്ടുന്ന വീടുകൾ, ഇതെല്ലാം ബ്യൂട്ടി പാർലറാണ്. ഞാൻ കുറ്റൂര്, തിരുവല്ല കുറ്റൂര്, എൻ്റെ ഒരു അമേരിക്കൻ സുഹൃത്തിൻ്റെ വീട് ബ്ലെസ് ചെയ്യാൻ വേണ്ടി, അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു വെള്ളം തളിച്ച് പ്രാർത്ഥിച്ച് പോയി. ദൈവമേ, പ്രാർത്ഥിച്ച് എൻ്റെ വലതുകൈ ഒരം പറഞ്ഞു പോയി. പുകപ്പര, മറപ്പര, ഗുളിപ്പര, ഷീറ്റ് വര, ബെഞ്ചിക്കാൻ കയറുന്ന കുറ്റൂര്, ഇറങ്ങിയപ്പം മഴുപ്പ് കയറുന്നു. ഇങ്ങനെ വീടുകളുണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഈ വീടുകൾ, ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, ബ്യൂട്ടി പാർലർ. ചില ആണുങ്ങളെ കാണാം, വയസ്സ് 80 ആയാലും ഒരു മുടി പോലും നരച്ചിട്ടില്ല, കരിക്കലം കമത്തിയതുപോലെ തലയിലെ മുടി. നമുക്കറിയാം, ഒരു 70 വയസ്സ് വരേക്കുന്ന അണിഞ്ഞ ഒരുങ്ങി നടക്കാം. ശബ്ദത്തിൽ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കിട്ടുന്ന പോലെ എന്നുള്ള രീതിയിൽ അങ്ങ് പോകണം. ചില ആൻറ്റിമാരെയും കാണാം, വയസ്സ് 68, പല്ല് പറഞ്ഞ കുഴി, പൗഡറിട്ട് നികത്തി, ചുണ്ടിലും കണ്ണിലും ചായവും പൂശി നടക്കുന്ന കണ്ടാൽ തോന്നും ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പുടിയാടാൻ പോകണമല്ലേ. തുടി നടക്കുന്ന പെണ്ണുങ്ങളെ കാണാം. ചില യുവതികളെ കാണാം, വയസ്സ് 20, മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിച്ച് നടന്നാൽ ആരും ഒന്നുകൂടെ നോക്കും. പക്ഷെ ചില യുവതികൾ ഇറുകിയ ഡ്രസ്സും ധരിച്ച്, ഇല്ലിക്കുറ്റി ബൂട്ടൂട്ട് പോലെ ഷൂസും ധരിച്ച്, തല മുന്നോട്ടുന്തി പുറവശം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാൽ തോന്നും ഏതോ എരുമക്കടാവോ പിണ്ണാക്കം വെള്ളം കുടിക്കാൻ വേണ്ടി കല്ലിശ്ശേരിയിൽ നിന്ന് ചെങ്ങന്നൂരിന് പോകുന്ന പോലെ നടക്കുന്ന കാണാം. ഇപ്പം ചില വീടുകൾ അത് ബ്യൂട്ടി പാർലറുകൾ, ഇപ്പം സിനിമാ തിയേറ്ററുകൾ, ബ്യൂട്ടി പാർലറുകൾ. ചില വീടുകൾ സിനിമാ തിയേറ്ററാണ്, അത് 4ാമത്തെ ടൈപ്പ് വീട്. എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, സോഫായിൽ ഒറ്റ കിടപ്പ് കിടന്നോ തവളചാട്ടം ചേർന്നവർ ഞെക്കി മാറ്റി കണ്ടുകൊണ്ടിരിക്കുക. പരസ്യം വരുമ്പം അടുത്തേക്ക് ചാടുക. കുറേയേറെ നാൾ മുമ്പ് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആങ്ങളെ രാത്രിയിൽ ഞാൻ ഫോൺ വിളിച്ചു. പങ്കിള് പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനും മോൻ്റെ അമ്മയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് തമ്മിൽ കാണുക. പിന്നെ ഞാൻ മനസ്സിലായത് അന്നത്തെ സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. രണ്ടും ഇതും കണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ തലക്കിട്ടോലി കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റ ഇരിപ്പ. അതെന്താ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, സമയം ലാഭിക്കാൻ വേണ്ടിയാ. ചില പെണ്ണുങ്ങളെ കാണാം, വൈകിട്ട് 5:30 ആകുമ്പോൾ കുളിച്ചു തോർത്തി നല്ല നൈറ്റി ഇട്ടു, കാച്ചിക്കാവ് പൊഴിയതുപോലെ മുടി പൊക്കി കെട്ടി, ഞണ്ട്, തേട്, പഴുതാര, ആമ, കൊടക്കമ്പി, വിറകുമ്പി, ആപ്പ്, പൂള് ഇതും കുത്തിക്കയറ്റി നെഞ്ചിനൊഴുകെ ഒരു തലക്കിട്ടൊരു ഒറ്റ ഇരിപ്പ. കാരണം 7 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഞാനിപ്പം വരുന്നത് ഉടുപൂരിൽ നിന്നാണ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ വീട് ബാബു നമ്പൂതിരിയൊക്കെ താമസിക്കുന്ന ഉടുപൂര്. അപ്പം അവിടെ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു 75 പ്രായമുള്ള ആൻറ്റി അയൽവക്കത്തെ 50ഓളം പിള്ളേർക്ക് ലഡു വിതരണം ചെയ്തു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹവാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ലഡു. ആൻറ്റിയുടെ മറുപടി, കഴിഞ്ഞ 1 വർഷമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർ കൊടുക്കുക. വീട് ഒരു സിനിമാ തിയേറ്ററാണോ? സിനിമാ തിയേറ്റർ. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പേരക്കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം എങ്ങനെയുള്ള വീട്ടിലാണ് വന്ന് കയറുക? എങ്ങനെയുള്ള വീട്ടിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവുക? ഒരു സ്വയപരിശോധന നമ്മൾ നടത്തിയാൽ മതി. 5, വീട് ഒരു ചുടലക്കളം.
വർത്തമാനം പറച്ചിലില്ല. ഭർത്താവും ഭാര്യയും കൂടെ ജനശ്രീ, കുടുംബശ്രീ, ക്ഷേത്രം, മതസമ്മേളനം ഇഷ്ടം പോലെ വർത്തമാനം പറയും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിത്യം അവനും കുത്തിയിരിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അച്ഛനാണ്, അപ്പം കുടുംബ കോടതിയിലെ വക്കീലുമാണ്. അപ്പം എനിക്ക് നല്ല അനുഭവമുണ്ട്. കുടുംബ കേസുകൾ ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ പോകും. അപ്പം അവിടെ പലപ്പോഴും വരുന്ന പ്രശ്നം, പല കുടുംബത്തിലെയും പ്രശ്നം വർത്തമാനം പറയാൻ സമയമില്ല. ഭർത്താവ് നാട്ടിൽ നല്ലയാളാണ്, പക്ഷെ ഭാര്യ നിന്ന് വരുമ്പം രാജസ്ഥാൻമാരുടെ പരസ്യം പോലെ ഒരൊറ്റ നിൽപ്പുണ്ട്, ഒന്നും മിണ്ടുകയല്ല. ഇപ്പോൾ വർത്തമാനം പറയണം. 15 മിനിറ്റ് ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നം തീരും. 15 മിനിറ്റ്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് ഭാര്യയുടെ അടുത്തിരുന്ന് മുട്ടിയിരുന്ന് വർത്തമാനം പറയണം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു 15 മിനിറ്റ് വേണ്ടി മനുഷ്യൻ ഒരു 5 മിനിറ്റ് മിണ്ടിയാൽ മതിയായിരുന്നു. ഞാൻ സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. ചെന്താ 3 അടി. 1 സന്ധ്യയാകുമ്പം പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ അടിയില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കെൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാൻ തോന്നുവാണ്. ചതന്നെ അടിഞ്ഞു വെച്ചു. ആദ്യ രാത്രിയിൽ കെട്ടിപ്പിടിച്ച് ചൂട് പിടിച്ച് പൊതുപ്രിയയിലെ കൊച്ചു വർത്താനം പറഞ്ഞ് കിടക്കാമെന്ന് ഓർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഞാൻ ചാടി എന്ന് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതായിരിക്കുന്നത്? ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഞാൻ കെട്ടിക്കൊടുത്തത്? ഞാൻ നീനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛാ വിവാഹത്തിനൊരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപരം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പൊതുജീവിതം ആരംഭിക്കുമല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടതാ ഇത്രയും വലിയ വിഷയമാകുന്നു ഒരിക്കലും ഓർത്തിരുന്നില്ല. വീട് ഒരു ശ്മശാനമാണോ, ഒരു ചുടലക്കളമാണോ വർത്തമാനമില്ലാത്തത്? മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്ക് പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരു ദിവസം 14,000 വാക്ക് പറയും. അത് വർത്തമാനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട പല വിധത്തിലാണ്. ഭർത്താവ് ചെങ്ങന്നൂരിന് പോയി തിരിച്ച് കല്ലിശ്ശേരി വന്നപ്പോഴത്തേക്ക് 6500 വാക്കും തീർന്നു പോയി. പിന്നെ 500 കയ്യിലുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് ഭാര്യ 14,000 ഒറ്റ വരവ്. മിണ്ടാതിരിക്കില്ലെന്ന് പറയരുത്. അങ്ങനെ മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസവും അവൾ 28,000 വാക്കുമായിട്ട് വരും. ഓരോ ദിവസവും ഒരു 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്താനം പറയണം. അടുത്തിരുന്ന് ചില ആണുങ്ങൾ പെണ്ണുങ്ങളോട് അധികം മിണ്ടുകയല്ല. നിങ്ങളോർക്കും പിണക്കമാണ്. സത്യമായിട്ടും പിണക്കമല്ല, അവൻ്റെ സ്റ്റോപ്പ് വഴി വെച്ച് തീർന്നു പോയി. പിന്നെ കുറച്ചേ ഉള്ളൂ. എന്തേലും ഭാര്യ മിണ്ടിയാൽ പഴയകാല അമ്മച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുന്നല്ലേ, ആ ഇത്രയൊക്കെ പറയത്തുള്ളൂ. ഒരു സ്ത്രീ ഭർത്താവായിട്ട് പിണങ്ങിയിരുന്നു 1 മാസം. 1 മാസം പിണങ്ങിയിരുന്നപ്പോൾ ആ സ്ത്രീക്ക് വല്ലാത്തൊരു ടെൻഷൻ. അവൾ എന്ത് ചെയ്തു? മുല്ലപ്പൂ മാല ചൂടി, മുടി പിന്നിയിട്ട്, തിളങ്ങുന്ന ബ്ലൗസ്, മിനുക്കമുള്ള സാരി എടുത്ത് അവൻ മുമ്പിലൂടെ തെന്നി അങ്ങ് നടന്നു. അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൾ ചോദിച്ചു, പൊന്നു മനുഷ്യ, ഞാനിതിൽ ഒരുങ്ങി നടന്നിട്ടും തനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ? അവനും എന്നാ തോന്നാനാടി, മുള്ളുമുരിക്ക് പൂത്തെന്നും പറഞ്ഞ് ആരും കെട്ടിപ്പിടിക്കൂടിയതിന് ഈ കടുപ്പുള്ള വാക്ക് പറയുന്നവരുമുണ്ട്. അപ്പം വർത്തമാനം കുറവ്. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടി പെണ്ണുങ്ങൾ 14,000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാർ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14,000 ആയി. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞ് കണ്ടോ? അതുപോലും 2 പ്രാവശ്യം എന്നാൽ പിടിയെടുത്തുള്ളൂ. അപ്പം വർത്തമാനത്തിൻ്റെ ലോകം. ഇപ്പം വീട് സിമിത്തേരിയാണോ? വീട് ഒരു ശ്മശാനമാണോ? സംസാരമില്ലാത്ത, വർത്തമാനമില്ലാത്ത കുടുംബമാണ്. 6 വീട് ഒരു നരകം. നമ്മൾ 5 കണ്ടു. വീട് ഒരു മദ്യഷാപ്പ്, കശാപ്പ് കട, ബ്യൂട്ടി പാർലർ, സിനിമാ തിയേറ്റർ, ചുടലക്കളം. 6 വീട് ഒരു നരകം. നരകമെന്ന് പറഞ്ഞാൽ എപ്പോഴും അരിശപ്പെടുന്ന കെട്ടിയവൻ, അരിശപ്പെടുന്ന ഭാര്യ, ആ വീടാണ് നരകം. ഭാര്യയെ തെറി വിളിക്കുക, ഭർത്താവിനെ ചീത്ത വിളിക്കുക, അത് നരകം. കുഞ്ഞുങ്ങളെയും പിരാകുന്ന വാക്ക് വിളിക്കുക, ആ വീട് നരകം. ഇപ്പം നമ്മുടെ സംസാരവും രീതികളുമൊക്കെയാണ്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭാര്യയുടെ പേരിനോട് ചേർത്ത് മോളെ മോളെ എന്ന് വിളിച്ചാൽ മതി. മിനിയാണോ മിനി മോളെ, ശുഭയാണോ ശുഭമോളെ,
ശോഭയാണോ ശോഭ മോളെ, മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിച്ചാൽ മതി. അത് വലിയ സന്തോഷം. ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ ക്ലാസ്സൊന്നും കൂടണ്ട, കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവിനെ മോളെ മോളെ എന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ ആരംഭത്തിൽ വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് മോളെ എന്നുള്ള വിളി വരിക. ഇപ്പം വീട് ഒരു നരകമാണ്. വഴക്കിൻ്റെ ബഹളത്തിൻ്റെ കലഹത്തിൻ്റെ വീട് നരകം. 7 വീട് ഒരു അനാഥശാല. ചില വീടുകൾ അനാഥശാലകളാണ്. എങ്ങനെയുള്ള വീടാണ്? നാട്ടിൽ 100 കൂട്ടം പണിയാൻ ഓടി നടക്കുമ്പോഴും വീട്ടിൽ 80 വയസ്സുള്ള അമ്മ അപ്പൻ അവരോട് മിണ്ടാൻ സമയമില്ല. അവരടുത്ത് ചെല്ലുക. ക്ഷേത്രമുണ്ട്, സമൂഹമുണ്ട്, സമുദായമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിലെ അമ്മയപ്പനെ ശ്രദ്ധിക്കാൻ അടുത്തിരിക്കാൻ സമയമില്ലേ? ആ വീടിനെ വിളിക്കും വീട് ഒരു അനാഥശാല. അപ്പൻ്റെ കണ്ണ് കാണിയെന്നും പറഞ്ഞ് മാറി നടക്കുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ, മാറിപ്പോവുകയല്ല, തൊണ്ട വിടുന്ന പോലെ അമ്മയോട് വർത്തമാനം പറയണം. പ്രായമായ അപ്പനമ്മമാരെ മാനിക്കണം, സമയം കൊടുക്കണം, കേൾക്കണം. ഒന്നുമില്ലേ, ചുമ്മാ നിങ്ങൾ മൂളി കേട്ടാൽ മതി. മക്കളും മരുമക്കളും കൊച്ചുമക്കളും മൂളുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഏറ്റവും സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഓടി, ഒന്ന് മൂളാഞ്ഞിട്ടാ. ചില മക്കളും മറ്റും മൂളുന്ന കേട്ടാൽ പൊമരേനിയും പറ്റി പറിക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. 80 വയസ്സുള്ള വല്യമ്മ അമ്മൻ്റെ മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അമ്മ പറഞ്ഞു യാ യാ. 80 വയസ്സിൽ മകനേക്ക് യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞു കരുതുക, മോനെ മാസം കുഴമ്പ് കാഴ്ചയാണ് ഗുളിക മരുന്ന് 1200 രൂപ വേണം. യാ അക്കൗണ്ട് ഇടുന്നുള്ളത് പിന്നെയും യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക. കുഞ്ഞിരുന്ന പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണടി ഊരിയിട്ട് കണ്ണൊന്ന് അടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണോ? കണ്ണടച്ചാൽ പറയാം. പത്രവായന കയ്യിലടാ, കണ്ണടയ്ക്കാം. 1/2 മണിക്കൂർ പത്രം വായിച്ചു, കണ്ണടി ഊരി ധാര വെച്ചു. വാടാ ഇനി കളിക്കാം. അവൻ വല്യപ്പനെ മടിയിൽ കയറി കണ്ണെ പിടിച്ചു. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത്. അതെന്നാടാ, എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ. നിങ്ങളെങ്ങനെ പറയുന്നു അത് മക്കൾ കണ്ടുപിടിക്കുന്നു. വീട് ഒരു അനാഥശാലയാണോ? കാരണവന്മാർക്ക് റോഡില്ലാത്ത അനാഥശാല. പെണ്ണുകെട്ടി വന്ന പാട് അവന് പിന്നെ ഭാര്യ മാത്രം മതി, അപ്പനും വേണ്ട അമ്മയും വേണ്ട. ആ അപ്പൻ്റെ അമ്മയുടെ അനുഭവം അനാഥശാല. നമുക്കറിയാം, കല്യാണം കഴിയുന്ന നാടുകളിൽ ചില ആണുങ്ങളുണ്ട്, അവന് ഭാര്യ മാത്രം, വേറെ ആരെയും ശ്രദ്ധിക്കത്തില്ല. ഒരുത്തൻ പെണ്ണ് കെട്ടി വീട്ടിൽ വരിക, ഗേറ്റ് കടന്നപ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു, നീ അവിടെ ഒരു കോരിയെടുത്ത്, നല്ല മണമുള്ള ദിവസമാണ്. അവൻ കോരിയെടുത്തപ്പോൾ ഇവർക്ക് നല്ല വെയിറ്റ്, സിമെൻറ്റിയാക്ക് പോലെ. ഇവൻ ആടി ഇവിടെ ചുവന്നുകൊണ്ട് പോവുക. ഇവൻ്റെ അമ്മ ഇത് കണ്ടു ജനലിലൂടെ. അമ്മ പറഞ്ഞു, വിവാഹം വരുത്തുന്ന മാറ്റം എൻ്റെ ഈശ്വര, 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നതിന് കണ്ടില്ലേ, 65 കിലോ ചുവന്നോട്ട് വരുന്നൊരു വരവ്. അങ്ങനെ ചുമക്കുമ്പോൾ പിന്നെ അമ്മയ്ക്ക് റോഡില്ല, അപ്പന് റോഡില്ല. ആ വീട്ടിലാണ് അനാഥശാല. ഞാൻ ഒരു പള്ളിയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കേട്ടു. ഒരു വീട്ടിൽ 80 വയസ്സുള്ള അപ്പൻ, ഒപ്പം പ്രായമുള്ള അമ്മ. ഈ അപ്പൻ്റെ പുറത്തൊരു മുറിവ് പഴുക്കുക. 3 കെടാമുട്ടന്മാർ ആമകളും അവരുടെ ഭാര്യമാരുമുണ്ട്. അവർക്ക് അപ്പനെ നോക്കാൻ അറപ്പ. 80 വയസ്സുള്ള അമ്മ കരിയാൻ പൊടിയിടുന്നു, തുണി എണ്ണയും മുക്കി തുടയ്ക്കുന്നു, ചൂടുവെള്ളം കൊണ്ട് ഒപ്പുന്നു. ഇവർക്ക് അറപ്പ. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 മക്കളും അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറത്തില്ല, വലപിടിയിൽ നിന്ന് പൊങ്ങത്തുമില്ല, എപ്പോഴും മുറിക്കകത്ത് ഇരിപ്പ്. ആൾക്കാർ അമ്മയോട് വിളിച്ചു, കൂടിയ ഷെയർ വല്ലോ കൊടുക്കാമെന്ന് പറഞ്ഞു. മക്കൾക്ക് ഈ മാറ്റം. അമ്മ പറഞ്ഞു, ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞില്ല, ഒരു പൊടിക്കൈ കാണിച്ചു. അതിൻ്റെ ഇഫക്റ്റാണ്. എന്താ കാണിച്ചത്? 3 മാസം മുമ്പ് ഈ അപ്പനെ നോക്കാൻ വേണ്ടി
സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി. പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല, കല്യാണം എഴുന്നേക്കത്തുമില്ല, പരിചയത്തിൽ തന്നെ ഇരിപ്പ. ഒരു അപ്പനെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിന്റ് പോലെ ഒരു ഹോം നേഴ്സ് കൂടെ വേണം. ഇവിടെയാണ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന കരുതൽ. വീട് അനാഥശാലയാകരുത്, അനാഥശാലയാകരുത്. കുഞ്ഞുങ്ങൾ കാണണം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അപ്പനെയും അമ്മയും നോക്കുന്നു, അത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ നാളെ ആരായിത്തീരുമെന്ന്? ആർക്കും ഉറപ്പില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരാരോ രാരി രാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ടാട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, ഹമാസിൻ്റെ മക്കളാണോ? ഇതാരാരോ? ഒരു പിടിയുമില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ, ഊർജതന്ത്രക്കാരി സരിതാ നായരാണോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാണോ? ഇതാരാരോ? ഒരു പിടിയുമില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശ്വരാനുഭവത്തിൽ, മതത്തിൻ്റെ മൂല്യങ്ങളിൽ, ആരാധനകളിൽ, കീർത്തനങ്ങളിൽ, നോമ്പുകളിൽ പരിശീലിപ്പിക്കണം. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിനായിട്ട് വളർത്തുമ്പം നമ്മുടെ വീട് അനാഥശാലയല്ല, ഒരു സനാതന ധർമ്മത്തിൻ്റെ കുടുംബമായിട്ട് മാറും. 8, വീട് ഒരു ചന്ത. വീട് ഒരു ചന്ത. എന്താണ് ചന്ത? വാ പൊളിച്ചാൽ തെറി പറയുന്ന കെട്ടിയവൻ, ഒരു മയമില്ലാതെ അതുപോലെ പറയുന്ന ഭാര്യ, ആ വീടാണ് വീട് ഒരു ചന്ത. അപ്പൻ്റെ അമ്മയുടെയും വർത്താനം മക്കൾ കേട്ടുപിടിക്കുമെന്ന് എപ്പോഴും ഓർത്തോണം. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോക ഭാഷയിലെ തെറിക്കെല്ലാം നീളക്കുറവാണ്. ഏറ്റവും നീണ്ട തെറി ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. നമുക്ക് ഈ ഗുണനപ്പട്ടിക പോലെ കൊളുത്തി കൊളുത്തി പറയാൻ പറ്റുന്ന ഏക ഭാഷ മലയാളമാണ്. ഗിന്നസ് ബുക്കിലെ ഏറ്റവും മുഴുത്ത തെറി കാസർഗോഡുകാരൻ ഒരു കുടുംബനാഥൻ പിണക്കം വന്നപ്പോൾ ഒരാളെ വിളിച്ച് തെറിയ. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഉള്ളടക്കം ആര് തെറി കേട്ടോ? തെറി കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാ പറയുക. ചീത്ത വിളിക്കുന്ന കുടുംബം, തെറി വിളിക്കുന്ന കുടുംബം. വീട് ഒരു ചന്ത. അപ്പൻ്റെ വർത്തമാനം ആൺകുട്ടി കണ്ടുപിടിക്കും, അമ്മയുടെ വർത്തമാനം പെൺകുട്ടി കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞ ഗുരുക്കന്മാരോ പ്രത്യേക മതപഠനം ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ പെരുമാറ്റം കണ്ട മക്കൾ പഠിക്കുക. നമ്മളങ്ങനെയാണ് പഠിച്ചു വളർന്നത്. അപ്പം നമുക്ക് പെരുമാറുന്ന രീതി, ഒരപ്പൻ വാ പൊളിച്ചാൽ പറയുന്ന വാക്ക് കോപ്പ്, കിഴങ്ങ്, കുന്തം, കൊടച്ചക്രം, മറ്റോൻ, മറിച്ചവൻ, ഇതുകൂടി വാക്കുകളാണ് ഈ അപ്പം പറയുക. അപ്പൻ്റെ 4 പഠിക്കുന്ന മോൻ ഗുണനപ്പടി പോലെ പറഞ്ഞു കോപ്പയ കിഴങ്ങ്, മാടാ കോട, ഓപ്പണാക്കൻ, കോന്തൻ കൊശവൻ, മറ്റവൻ മറിച്ചവൻ. ഉത്സവത്തിന് അപ്പൻ 200 രൂപ മുടക്കി ഒരു നല്ല പ്ലാസ്റ്റിക് തീവണ്ടി മോന് മേടിച്ചു കൊടുത്തു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം പിടിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 5 കിഴങ്ങന്മാർ, 2-ൽ 3 ഓക്കന്മാരും കയറി ട്രെയിൻ പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, ട്രെയിൻ ചങ്ങനാശ്ശേരിയിലെത്തി. 3 മറ്റന്മാർ കഴിയുമ്പം വീണ്ടും 4 കോന്തന്മാർ കയറി പോവുക. അരിശു വന്ന അപ്പൻ തീവണ്ടി എടുത്ത് ഒറ്റ കയറ്. 5 കഷ്ണമായിട്ട് തീവണ്ടി പൊട്ടിപ്പോയി. ഇവൻ കുത്തിയിരുന്ന് കരഞ്ഞു മരിഞ്ഞു. അരമണിക്കൂറിൽ നിന്ന് കരഞ്ഞു. ഇത്രയും കരഞ്ഞപ്പോൾ അപ്പൻ്റെ മനം വിളിച്ചു, എന്നിട്ടാണ് കുത്തിയിരുന്ന് കരയുന്നത്. എന്നാൽ തീവണ്ടി അറിഞ്ഞ് പൊട്ടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, ചീത്തവാക്ക് പറഞ്ഞില്ല, മേൽ പറയാതിരിക്കാമെങ്കിൽ പരിഹാരമുണ്ട്. അവൻ പറഞ്ഞു, പുതിയ ഒരെണ്ണം മേടിച്ച് തരാമോ? മേടിക്കാൻ കാശില്ല, പൊട്ടിപ്പൊത്തി പെറുക്കി കൊളുത്തി എടുത്ത് തരാം. 1 മണിക്കൂർ ഇരുന്ന് കൊളുത്തി, അരമണിക്കൂർ സമയം കൊണ്ട് കൊളുത്തി നേരെയാക്കി. എറിഞ്ഞ് പൊട്ടിക്കാനും കൊളുത്താനെല്ലാം കൂടെ 1 മണിക്കൂർ. അപ്പം പറഞ്ഞു, മോൻ മേലിൽ മോശമായ വാക്കൊന്നും പറയില്ല. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, ഞാൻ പറയുകയില്ല. അവൻ തീവണ്ടി നേരെ വിളിച്ചു, ചൂളം വിളിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെയും വീണ്ടും ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല, ചെങ്ങന്നൂർ വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റോൻ്റെ കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയെന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്.
എങ്ങനെയാണോ അമ്മ അപ്പൻ ആ ടൈപ്പ് മക്കളെന്നാണ് പറയുക. എങ്ങനെയാണ് വീട് ഒരു ചന്തയാണ്, ചന്തയുടെ ശൈലിയാണ്, ചന്തയുടെ ഭാഷയാണ് വീട് ഒരു ചന്ത. ഇതെറ്റും തെറ്റായ കുടുംബങ്ങൾ. വീട് മറ്റ് ഷാപ്പ്, കശാപ്പ് കട, സിമിത്തേരി, നരകം, ബ്യൂട്ടി പാർലർ, സിനിമാ ബ്യൂട്ടി പാർലർ, അതുപോലെ വീട് ശ്മശാനം, വീട് അനാഥശാല, വീട് ചന്ത. എങ്കിൽ ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ വീട് 9ഉം 10ഉം മോഡലായിട്ട് മാറണം. 9 വീട് ഒരു വിദ്യാലയം. വീട് ഒരു വിദ്യാലയം. എന്താ വിദ്യാലയം? കാരണന്മാരെ നോക്കുന്ന മക്കളെ കണ്ടിട്ട് നാട്ടുകാർ പറയണം, അപ്പനെ നോക്ക്, അമ്മയെ നോക്ക്, എത്ര ഭംഗിയായിട്ടാണ് അവിടെ കാരണന്മാരെ നോക്കുന്നത്. മക്കളെക്കുറിച്ച് പറയും, എത്ര ഭംഗിയായിട്ടാണ് ആ മക്കൾ ഈശ്വരവിശ്വാസത്തിൽ മതമൂല്യങ്ങളിൽ വളരുന്നത്. വീടിനെ നോക്കി പറയും, ക്ഷേത്രത്തോട് ക്ഷേത്രദർശനമുള്ള വീട്, പ്രാർത്ഥനയുള്ള വീട്, അകൽച്ച പാലിക്കുന്ന വീട്, നോമ്പ് നോക്കുന്ന വീട്, ആ വീട് ഒരു വിദ്യാലയമാണ്. എല്ലാവരും കണ്ടുപഠിക്കുന്ന പരിശുദ്ധമായ ഒരു വിദ്യാലയം. ഇപ്പം അപ്പൻ്റെ അമ്മയുടെയും മാതൃക മക്കൾ കണ്ടുപഠിക്കുന്ന മനോഹരമായ ഒരു വിദ്യാലയമായി നമ്മുടെ വീടിനെ മാറ്റണം. തമിഴൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് തിരുക്കുറൾ. തമിഴൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് തിരുക്കുറൾ. തിരുക്കുറൾ എഴുതിയത് തിരുവള്ളാവൂറാണ്. തിരുവള്ളാവൂർ തിരുക്കുറളിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഈ രാത്രിയിൽ നമ്മുടെ മക്കളെ പറ്റി നമ്മൾ ചോദിക്കണം. ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനമ്മ? തിരുവള്ളാവൂരിൻ്റെ ചോദ്യം അതാ. ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പൻ അമ്മ? മറുപടി, വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളാണ്. മറുപടി, അല്ലേ അല്ല. 2, വലിയ പേരും പ്രശസ്തിയുള്ള മക്കളെ കിട്ടുന്ന അപ്പനമ്മയാണ്. അല്ലേ അല്ല. സോഷ്യൽ സ്റ്റാറ്റസുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്ന പേരൻസാണ്. അല്ല. തിരുവള്ളാവൂർ തിരുക്കുറളിൽ അവസാനം ചോദിക്കും, എങ്കിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര്, അമ്മയാര്? മറുപടി പറയും, കാരണവന്മാരുടെ നാട്ടുകാർ ചോദിക്കണം, ഇത്രയും നല്ല മക്കളെ കിട്ടാൻ ഏത് ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല മക്കളെ കിട്ടാൻ ഏത് ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? അങ്ങനെ ചോദിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ വീടാണ് ഒരു ഭാഗ്യപ്പെട്ട വിദ്യാലയം, കണ്ടുപിടിക്കുന്ന വിദ്യാലയം. 10 കുടുംബം ഒരു ക്ഷേത്രം, വീട് ഒരു ദേവാലയം, ഈശ്വര ആരാധനയുടെ സന്ധ്യാ നമസ്കാരമുള്ള, വിളക്ക് വെക്കുന്ന, മതപരമായ നോമ്പുകൾ നോക്കുന്ന, മതപരമായ മാസങ്ങൾ ശുദ്ധിയോടെ സൂക്ഷിക്കുന്ന ഒന്നായിട്ട് വീട് മാറുമ്പോൾ ആ വീട് ഒരു ക്ഷേത്രമായിട്ട് മാറും. അതുകൊണ്ടാണ് വേദേതിഹാസങ്ങൾ കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. 3 വൃത്തിയുടെ സ്ഥലമാണ് കുടുംബം. അത് ഭാരതീയ മുനിവര്യന്മാർ 1000 ആണ്ടുകൾക്ക് മുമ്പ് കുറിച്ചു വെച്ച ചിന്താധാര. അത് ഹൈന്ദവ മതത്തിൻ്റെ സത്തയാണ്. അത് കണ്ട് മറ്റു മതങ്ങളും പഠിക്കുന്നുണ്ട്. 3 ശുദ്ധി. 1 പാത്രശുദ്ധി, 2 പദാർത്ഥശുദ്ധി, 3 പാചകശുദ്ധി. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ഈ 3 ശുദ്ധികൾ, പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി. എന്താ പാത്രശുദ്ധി? ഏറ്റവും വൃത്തിയുള്ള പാത്രങ്ങളിൽ കഴുകി വൃത്തിയാക്കി ഭക്ഷണം പാചകം ചെയ്ത അമ്മ. ഒരു ചായക്കട ചെന്നാലും ഗ്ലാസ് കഴുകി, പാത്രം കഴുകി ചായ അടിക്കുന്ന ഒരു മനുഷ്യൻ. പാത്രശുദ്ധി പ്രധാനപ്പെട്ടതാണ്. തട്ടുകടകൾ ഇല്ലാതെ പോകുന്നത് പാത്രശുദ്ധിയാണ്. വെള്ളം കണ്ടിട്ട് ആഴ്ചകളായ തട്ടുകടയിലെ പാത്രങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ശുദ്ധി. പണ്ട് ഓർക്കുക, പണ്ട് കലത്തിലെ മോര്, മൺകലത്തിൽ വെച്ച ചോറ്, മൺകുടത്തിലെ വെള്ളം, നല്ല കുടംപുളിയൊക്കെ ഇട്ട് തൂക്കുമീൻ പറ്റിച്ച ഭക്ഷണം. അന്ന് ഉദര രോഗങ്ങളില്ല. ഇന്ന് പാത്രശുദ്ധി പോയപ്പോൾ ഉദര രോഗങ്ങൾ, പകർച്ചവ്യാധികൾ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നു. 2 പദാർത്ഥശുദ്ധി. ഹോട്ടലിൽ നമ്മൾ കഴിക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത സാധനം. പൊഴുത്തുപോയ പഴം മൊത്തം ഫ്രൂട്ട് സലാഡായിട്ട് വരാം. അടിഞ്ഞുപോയ സാധനം മൊത്തം അവിയലായിട്ട് വരാം. ഇവിടെയാണ് ഒരമ്മ ഏറ്റവും നല്ല പദാർത്ഥം കൊണ്ട് ഭക്ഷണം പാചകം ചെയ്തു. ഒരു ഭാര്യ, ഒരു പെങ്ങൾ, ഒരമ്മ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തു. അവിടെ ഒരു ആരോഗ്യമുണ്ട്. അതാണ് പദാർത്ഥശുദ്ധി. 3 പാചകശുദ്ധി. കുളിച്ച് വൃത്തിയുള്ള ദേഹത്തോടെ അടുക്കളയിൽ പണിയുന്ന അമ്മ, കടയിൽ പണിയുന്ന അപ്പൻ
ഇതാണ് പാചകശുദ്ധി. ഇത് മൂന്നും ഹൈന്ദവ സമുദായം സംസ്കാരം ഭാരതത്തിൽ കൈമാറ്റം ചെയ്തതാണ്. ഇന്ന് പറയാൻ ബ്രാഹ്മണ ഇല്ലങ്ങൾ, നായർ തറവാടുകൾ, ഹൈന്ദവ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന കുടുംബങ്ങൾ ഈ മൂന്ന് ശുദ്ധി സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ആരോഗ്യമുള്ള തലമുറ, ആരോഗ്യമുള്ള സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ചിന്തകളെ നമുക്ക് ഒന്നുകൂടി മാറ്റിക്കൊണ്ടുപോകാം. ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നല്ല ഭർത്താവായി നല്ല ഭാര്യയായി ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ട്. ദാമ്പത്യത്തിൻ്റെ ചില തലങ്ങൾ. ഒന്ന്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം. ഭർത്താവിനും ഭാര്യയ്ക്കുള്ളിൽ മറയ്ക്കാനും ഒളിക്കാനും ഒന്നും ഉണ്ടായിരിക്കരുത്. പരിപൂർണ സ്വാതന്ത്ര്യം. ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല. അതാ സ്വാതന്ത്ര്യം. ഒളിച്ച ഫോൺ വിളിയില്ല, ഒളിച്ച കത്തടപാടില്ല, ഒളിച്ച വാട്സപ്പില്ല, ഒളിച്ച സൗഹൃദങ്ങളില്ല, ഒളിച്ച ബന്ധങ്ങൾ ഭർത്താവിനുമില്ല ഭാര്യയ്ക്കുമില്ല. പഴയ കൂട്ടുകാരന്മാരുമായി ഭാര്യയ്ക്കൊരു ബന്ധമില്ല, പഴയ കൂട്ടുകാരികളുമായി ഭർത്താവിന് ബന്ധമില്ല. ജീവിതം തുറന്ന പുസ്തകം, ഒളിക്കാനും മറയ്ക്കാനുമില്ല. അതാണ് സ്വാതന്ത്ര്യം. കണ്ടിട്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ, ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. എന്തൊരു സ്വാതന്ത്ര്യമാണ്. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. ഒരു 3 വയസ്സുകാരൻ പൊന്നരങ്ങാണം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചേർക്ക നാണമില്ലേ, അകത്ത് പോയി എന്നെ ഇട്ടുകൊണ്ട് വാടാ. അപ്പോൾ ഈ ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഒളിക്കാനും മറയ്ക്കാനുമില്ല. പരിപൂർണ സ്വാതന്ത്ര്യം. ഈ കള്ളുകുടിയന്മാർക്കുണ്ട് സ്വാതന്ത്ര്യം. കഴിഞ്ഞ ക്രിസ്മസിന് പാല KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാൻ കരികുന്നത്തേക്ക് പോവുക, മോട്ടോർ ബൈക്കിലാണ് പോവുക. ബസ് സ്റ്റാൻഡിൻ്റെ വാതിൽ ചെന്നപ്പം 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാട്, കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ നൂൽ ബന്ധമില്ലാതെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനിതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാം, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ മറക്കരുത്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോൾ നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതിലെങ്കിലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഒളിപ്പിക്കുന്ന കുടിയൻ. ഒളിക്കാനും മറയ്ക്കാനുമില്ല. കുടുംബത്തിൽ ഭർത്താവിനെ ഒളിക്കുന്നൊന്നും ഭാര്യയ്ക്കരുത്, ഭാര്യയെ ഒളിക്കുന്നൊന്നും ഭർത്താവിനരുത്, മാതാപിതാക്കളെ ഒളിക്കുന്നൊന്നും മക്കൾക്കരുത്. അതാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം. സ്വാതന്ത്ര്യം. 2, കുടുംബത്തിൻ്റെ രണ്ടാമത്തെ തലത്തെ പറയും സ്നേഹത്തിൻ്റെ കുടുംബം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടിക്കും, ഞാൻ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കും. എനിക്ക് എന്തു വന്നാലും അതിനപ്പുറം ഞാൻ എൻ്റെ ഭാര്യയെ കരുതും, എൻ്റെ ഭർത്താവിനെ കരുതും. ഇതാണ് സ്നേഹം. എനിക്ക് എന്തു കുറവ് വന്നാലും പ്രശ്നമില്ല. എൻ്റെ ഭാര്യയ്ക്ക് കുറവ് വരരുത്, മക്കൾക്ക് കുറവ് വരരുത്, എൻ്റെ ഭർത്താവിന് കുറവ് വരരുത്, വീടിന് കുറവ് വരരുത്. ഈ രീതിയിൽ ജീവിക്കുന്ന കുടുംബം, ആ കുടുംബത്തെ വിളിക്കും സ്നേഹത്തിൻ്റെ കുടുംബം. അപ്പോൾ 1, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം. 2, സ്നേഹത്തിൻ്റെ കുടുംബം. 3, സംതൃപ്തിയുടെ കുടുംബം. എന്താ സംതൃപ്തി? ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നുണ്ടായ ചെറിയ ഇഷ്ടക്കേട് പോലും കെട്ടിയവനോട് പറഞ്ഞു തീർക്കണം. ചെറിയ ഇഷ്ടക്കേട് പോലും ഭാര്യയോട് പറഞ്ഞു തീർക്കണം. അതാണ് സംതൃപ്തിയുടെ കുടുംബം. ഒരു സംതൃപ്തി പൂർണ്ണമായും വേണം. ഒരു ചെറിയ പിണക്കം വെച്ച് ഒരു രാത്രി ഉറങ്ങാൻ പോയാൽ പിന്നീട് നിങ്ങളുടെ മനസ്സ് ഒത്തിരി അകലും. ഓരോ ദിവസവും അന്നത്തെ ചെറുതും വലുതുമായ പ്രശ്നം ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയണം. അതാണ് സംതൃപ്തിയുടെ കുടുംബം. 4, സാമീപ്യം നൽകുന്ന കുടുംബം. സാമീപ്യം. എന്താ സാമീപ്യം? 3 സാമീപ്യങ്ങൾ ദമ്പതികൾ തമ്മിൽ കൊടുക്കണം. ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ, ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ 3 സാമീപ്യങ്ങൾ. 1, ശാരീരിക സാമീപ്യം. പരമാവധി അടുത്ത് മുട്ടിയിരുന്ന് വർത്താനം പറയണം. അരിശം വന്നാൽ പോലും പിണങ്ങി 2 മുറികളിൽ കിടക്കാൻ പോകരുത്. മക്കളും മറ്റും കാണുമ്പോൾ ഒരു മുറി തന്നെ പോകണം. മുറിക്കകത്ത് കയറി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നടുക്ക് മേശ അലമാര പിടിച്ചു വെച്ചാലും ഒരു മുറിയിലേ താമസിക്കാവൂ. ശരീരം അടുത്തിരിക്കണം. ശരീരം അടുത്തിരിക്കുമ്പോൾ 2, മനസ്സ് അടുക്കും. ഭാര്യയുടെ ചെറിയ ചിന്ത പോലും ഭർത്താവിന് മനസ്സിലാവും. ഭർത്താവിൻ്റെ
ചെറിയ ചിന്ത പോലും ഭാര്യയ്ക്ക് മനസ്സിലാവും. എന്താണ്? മനസ്സ് അടുത്തിരിക്കുന്നു. 3, ആത്മാവിൽ അടുപ്പം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എന്നും പ്രാർത്ഥിക്കണം, ഭർത്താവിന് വേണ്ടി ഭാര്യ എന്നും പ്രാർത്ഥിക്കണം. അങ്ങനെ ശരീരവും മനസ്സും ആത്മാവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ എവിടെ പോയാലും പെട്ടെന്ന് ഫീൽ ചെയ്യും. ഭർത്താവ് കോട്ടയത്തിന് പോയി, കോട്ടയത്ത് വെച്ച് ഒരു തലവേദന ഉണ്ടായി. ഇവിടെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് ആ സമയം ഒരു തലവേദന തോന്നും. ഭാര്യയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നു. അങ്ങനെയുള്ള ഭർത്താവിന് ആ നെഞ്ചുവേദന അനുഭവിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ സാമീപ്യം നൽകുന്ന ഒരു പ്രത്യേകത. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കാലിൽ നാരകത്തിൻ്റെ ഒരു മുള്ളു കൊണ്ടു. നാരകത്തിൻ്റെ മുള്ളു കൊള്ളുമ്പം കൈ കെട്ടിയെന്ന് പറയും, കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ, ഒരുപാടത്ത് പോകുന്ന കാലല്ലേ, മുള്ളു മാത്രമല്ല മുള്ളാണിയും കുത്തി കയറട്ടെ. കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കെട്ടും. ഭർത്താവിന് നൊമ്പരം വരുമ്പോൾ ഭാര്യയോ, ഭാര്യയ്ക്ക് നൊമ്പരം വരുമ്പോൾ ഭർത്താവ് പറയല്ലേ, നീരട്ടെങ്ങനെ നീരട്ടെ, നീറ്റിക്കക്ക പോലെ നീരട്ടെ, നിന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. ഒരിക്കലുമില്ല. ഒരിക്കലും മക്കളുടെ കേക്ക് സ്വന്തം കെട്ടിയവൻ്റെ കുറ്റം പറയല്ലേ. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കേക്ക് സ്വന്തം ഭാര്യയുടെ കുറ്റം പറയല്ലേ. അങ്ങനെ പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും മക്കളുടെ മനസ്സിൽ ഒരു വിലയില്ലാത്ത ഒരു വട്ടപൂജ്യം ആയിത്തീരും. അതൊരിക്കലും മറക്കാതിരിക്കുക. ഇനി എന്തേലും കുഴപ്പമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തിരുത്തുക. മക്കളുടെ മുമ്പിൽ ഭർത്താവിനെ കൊച്ചാക്കരുത്, ഭാര്യയെ കൊച്ചാക്കരുത്. ഭർത്താവിന് പ്രയാസം വരുമ്പോൾ ഭാര്യയും, ഭാര്യയ്ക്ക് ഒരു നൊമ്പരം വരുമ്പോൾ ഭർത്താവും അടുത്തിരുന്ന് പറയണം, എടി മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ? മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം, വൃക്ഷം നിൽക്കും പക്ഷി പറക്കും. നമ്മൾ തുറമുഖം, മക്കൾ കപ്പൽ, കപ്പൽ പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ എന്ന് പറയാൻ പറ്റുമ്പോൾ അവിടെയാണ് വീട് ഒരു സ്വർഗമാവുക. ഈ സാമീപ്യം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഓർക്കുക, സുരക്ഷിതത്വം പകരുന്ന കുടുംബം, സുരക്ഷിതത്വ ബോധം പകരുന്ന കുടുംബം. ഒരിക്കലും സെക്യൂരിറ്റി നഷ്ടപ്പെടുന്ന വാക്ക് ഭർത്താവ് ഭാര്യയോട് പറയല്ലേ, ഭാര്യ ഭർത്താവിനോട്. അരിശം വരുമ്പം താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകത്തേ ഉള്ളൂ. ചുമ്മാ പറയുന്നതാ, പക്ഷെ അതോടുകൂടി ഭാര്യയിലുള്ള സുരക്ഷിതത്വ ബോധം ഭർത്താവിന് നഷ്ടപ്പെടുന്നു. എനിക്ക് വേറെ നിന്നെ കെട്ടാമായിരുന്നു, അങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും പറയല്ല. ഒരുത്തനും ഭാര്യയോട് പറയടി, നിന്നോടുള്ള സ്നേഹം എനിക്ക് അങ്ങേയറ്റമാണ്, ഞാൻ മരിച്ചാലോ, മരിച്ചാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. അവൾ പറഞ്ഞു, പ്രാന്ത് പിടിച്ചോട്ടെ, വേറെ പെണ്ണുങ്ങളെ വല്ലതും കെട്ടുവോ? അവൻ്റെ മറുപടി, എൻ്റെ എടി പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? അപ്പം സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന വാക്ക് കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ ഒരിക്കലും പറയല്ലേ. അവസാനമായി സമാധാനത്തിൻ്റെ കുടുംബം. എന്താ സമാധാനം? എൻ്റെ വാക്കുമൂലം ഭർത്താവിൻ്റെ മനസ്സമാധാനം തകരരുത്, എൻ്റെ വാക്കുമൂലം ഭാര്യയുടെ സമാധാനം തകരരുത്, എൻ്റെ സംസാരം മൂലം ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സമാധാനം തകരരുത്, എൻ്റെ വാക്കുമൂലം ഭാര്യയുടെ അപ്പൻ്റെയും അമ്മയുടെയും സമാധാനം തകരരുത്. സമാധാനം സ്ഥാപിക്കുന്ന പെരുമാറ്റങ്ങൾ, ഇടപെടലുകൾ, ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുക. ഇവിടെയാണ് പറയുക, കുടുംബജീവിതം 5 തൂണുകളിൽ പണിയപ്പെടണം. ദാമ്പത്യ ജീവിതം 5 തൂണുകളിൽ പണിയപ്പെടണം. സ എന്ന വാക്കിൽ ആരംഭിക്കുന്ന 5 തൂണുകൾ. എന്തെല്ലാമാണ് ആ തൂണുകൾ? നമ്മൾ പറയും കുടുംബത്തിൽ പ്രധാനപ്പെട്ട 5 തൂണുകൾ. നമുക്ക് അത് വി എന്ന വാക്കിലേക്ക് മാറ്റാം. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. ഈശ്വര ചൈതന്യമുള്ള കുടുംബത്തിൽ ഈ 5 തൂണുകളുണ്ട്. വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. 1 വിജ്ഞാനം. നമുക്ക് നല്ല അറിവ് വേണം. വാരാന്ത്യ പതിപ്പുകളിലെ കുടുംബ ലേഖനങ്ങൾ വായിക്കണം. പല പല മാസികകളുണ്ട്, ദൈവാരികളുണ്ട്, കുടുംബത്തെക്കുറിച്ച് അറിവ് കിട്ടുന്ന ലേഖനങ്ങൾ. ഞാൻ വനിതയ്ക്കകത്ത് അത് കണ്ടിട്ടുണ്ട്, മാതൃഭൂമിയുടെ സ്പെഷ്യൽ പതിപ്പുകളിൽ കണ്ടിട്ടുണ്ട്, മനോരമയിലും ദീപിക മംഗളത്തിലൊക്കെ സൺഡേ സപ്ലിമെൻറ്റിൽ കാണാറുണ്ട് കുടുംബ ലേഖനങ്ങൾ. TV ചാനലിലും വരും കുടുംബ ചിന്തകൾ. കുടുംബത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നതൊക്കെ നമ്മൾ വായിക്കണം, ധ്യാനിക്കണം.
പഠിക്കണം. അങ്ങനെയുള്ള അറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. കുടുംബത്തെ ഒരുപക്ഷെ മനോരമ ഇറക്കിയ എൻ്റെ ഒരു പുസ്തകം എവിടെ നമുക്കത് കിട്ടും, ഒരുപക്ഷെ ഇപ്പം ഔട്ട് ഓഫ് പ്രിൻ്റായി കാണാം. 1,00,000-ഓളം കോപ്പി വിറ്റ മനോരമയുടെ പുസ്തകമാണ് ഇണയും തുണയും, എൻ്റെ കുടുംബജീവിത ചിന്തകൾ, കൗൺസിലിംഗ് അനുഭവങ്ങൾ, ഫലിതങ്ങൾ ചേർത്ത് പ്രസിദ്ധീകരിച്ചതാണ്. ഇണയും തുണയും. മറ്റൊന്നാണ് എനിക്കും നിനക്കും, DC ബുക്സ് ഇറക്കിയ ജീവിതം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇതിലൊക്കെ കുടുംബത്തെക്കുറിച്ചുള്ള അറിവുകളാണ്. തിരിച്ചു ഓർക്കുക, ഭർത്താവും ഭാര്യയും തമ്മിൽ അടിസ്ഥാനപരമായ 5 വ്യത്യാസങ്ങളുണ്ട്. അത് ദമ്പതികൾ കുടുംബത്തിൽ അറിഞ്ഞിരിക്കണം. 5 അടിസ്ഥാന വ്യത്യാസങ്ങൾ. 1, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ കല്ലിശ്ശേരിയും മടുക്കീറും കുറ്റൂരും ചെങ്ങന്നൂരും ഒക്കെ ഒരു വലിയ ലോകമാണ്. ഈ വലിയ ലോകത്തിൽ പോയിട്ട് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര ചിന്തകളാണ്. കാട്ടുകരാൻ എന്നാ പറ്റും, റബ്ബർ വില കൂടുമോ, കാപ്പിപ്പൊടിയുടെ വില എങ്ങനെ ആവും, ഇങ്ങനെ 100 കൂട്ടം ചിന്തകളാണ്. ഈ 100 കൂട്ടം ചിന്തയായിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഭാര്യയുടെ ലോകം കൊച്ചു ലോകമാണ്. അവരുടെ ലോകം മരിക്കൂരും കുറ്റിയൂരും തിരുവല്ലായും ചെങ്ങന്നൂരല്ല. അവിടെ വീട് അടുക്കള, പന്നിവേലി, കിണർ, തെങ്ങുമൂട്, റബ്ബറുമൂട്, ഇങ്ങനെ കൊച്ചു കൊച്ചു ചിന്തകളാണ്. ആ തലയ്ക്കകത്തെ ചിന്ത ബെഡ്ഷീറ്റ് കീറിപ്പോയല്ലോ, കോഴിക്ക് പൊരുന്നയുണ്ടോ, പശുവിന് ചനയുണ്ടോ, കൊച്ചിന് പനിയുണ്ടോ, പാത്രത്തിൻ്റെ മുകളിലേക്ക് ഓട്ട വീണല്ലോ, തവിക്കനം ഒടിഞ്ഞു പോയല്ലോ. കൊച്ചു ലോകത്തിലെ കൊച്ചു കൊച്ചു ചിന്തകൾ. ഈ കൊച്ചു ചിന്തയുള്ള ഭാര്യ വലിയ ലോകത്തെ ഭർത്താവ് വരുമ്പോൾ വരുന്ന വടെ പറയുക, ചേട്ടാ നമ്മുടെ വൈറ്റ് അക്കൗണ്ട് കോഴിപ്പട ഒരു മുട്ട ഇട്ട് കേട്ടോ. അവന് കോഴി പോയിട്ട് ആന മുട്ടയിട്ടാലും പ്രശ്നമില്ല. അവൻ പറയും അവിടെ അമ്മയുടെ മുട്ട, ഇപ്പോൾ ആ മുട്ടയും പൊക്കി പിടിച്ച് വരിക. ഭർത്താവിൻ്റെ മനഃശാസ്ത്രം അറിയാവുന്ന ഭാര്യ ഭർത്താവ് മടുത്ത് വരുമ്പം കോഴിയും മുട്ട ഇട്ടു, അത് വിവരക്കേടാണ്. ആണുങ്ങളെ പിശാചീമ്പിയ ചില സമയമുണ്ട്. അത് പെണ്ണുങ്ങൾ തിരിച്ചറിയണം, അതറിഞ്ഞ് മിണ്ടാൻ പഠിക്കണം. കുളിച്ചു തോട്ടി തണുത്ത് മര്യാദയ്ക്കിരിക്കുമ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാവും. ഭർത്താവ് വരുന്ന പാടെ പ്രതീക്ഷിക്കുന്നത് കഴുകാൻ വെള്ളം, പതയ്ക്കാൻ സോപ്പ്, തുടയ്ക്കാൻ തുണി, കുടിക്കാൻ ചൂടുവെള്ളമായി കാത്തു നിൽക്കുന്ന ഭാര്യയാണ്. ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കണം, ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കണം. ആണുങ്ങൾ ഓർക്കണം, ഈ കൊച്ചു ലോകത്തിൽ അവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവൾക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന ശ്രദ്ധയോടെ ഭർത്താവ് മൂളി കേൾക്കണം, അടുത്തിരിക്കണം, കേട്ടിരിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം ചെറിയ ലോകം വലിയ ലോകം. രണ്ടാമത്തെ വ്യത്യാസം ആണുങ്ങൾ സ്വഭാവത്താലെ പൊളിക്കാൻ പ്രയാസം, പെണ്ണുങ്ങൾക്ക് സ്വഭാവത്താലെ പൊളിച്ച അടയ്ക്കാൻ പ്രയാസം. അത് വലിയ വ്യത്യാസമാണ്. സ്ത്രീ ഒത്തിരി വർത്താനം പറയും, ആണുങ്ങൾ അത്രയും പറയത്തില്ല. ഇപ്പം ആണുങ്ങളുടെ മനഃശാസ്ത്ര പ്രകാരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അധികം മിണ്ടുന്ന രീതിയല്ല. അപ്പം അങ്ങനെ മിണ്ടുന്ന രീതിയില്ലെങ്കിൽ അത് ഭാര്യ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്ത്രീ ഒരുപാട് പറയും, അത് ഭർത്താവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം സംസാരം കൂടുതൽ, പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ കൂടുതൽ വർത്തമാനം അറിയാവുന്നത് നമ്മളെക്കാൾ തമിഴന്മാർക്കാണ്. തമിഴന്മാർ സ്വന്തം ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം എന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന ഭാഷ. കഴിഞ്ഞ വർഷം അതിരമ്പഴപ്പള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ടിന് ഒരു അനൗൺസ്മെൻറ്റ്, അമിട്ടേ ഗുണ്ടേ വാണം കഥന പൊട്ടുന്ന കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം വർത്തമാന വ്യത്യാസമുണ്ട്. ആണുങ്ങൾ കുറച്ച് പറയും, സ്ത്രീ കൂടുതൽ പറയും. മൂന്നാമത്തെ വ്യത്യാസം, ആണുങ്ങളെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ വ്യത്യാസമാണ് ആണുങ്ങൾക്ക് സഹനശക്തി കുറവ്, പെണ്ണുങ്ങൾക്ക് സഹനശക്തി കൂടുതൽ. ആണുങ്ങൾക്ക് തലവേദന വന്നോ 3ാം ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി ഉലുക്കം, വേദന സഹിക്കുകയില്ല. പക്ഷെ സ്ത്രീയോ ശരിക്കും വേദന സഹിക്കും. ചില അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്, തലച്ചോറിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ചറിയായിരുന്നു തലവേദന മാറുമോ, വൈദ്യം നൊമ്പരവാ, ചായ കുടിച്ചറിയായിരുന്നു വലിയ മൂളൽ മാറുമോ, എത്ര വേദനിച്ചാലും അങ്ങ് സഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈശ്വരൻ പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം
ലോകാവസാനം ഇനി പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു മോനുണ്ടായപ്പോൾ എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ ദൈവമേ എന്ന് ദൈവത്തോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് എൻ്റെ അച്ഛോ ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. സകലശക്തി ദൈവം ഒരു സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. 4ാമത് ഒരു വലിയ വ്യത്യാസമുള്ളത്, 4ാമത്തെ വ്യത്യാസം കുടുംബത്തിൽ ആണുങ്ങൾ മറക്കും ക്ഷമിക്കുകയില്ല, പെണ്ണുങ്ങൾ ക്ഷമിക്കും മറക്കുകയില്ല. അതുകൊണ്ടാണ് ആണുങ്ങളെ മുറിപ്പെടുത്തുന്ന വാക്ക് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവരുടെ മനസ്സിൽ ക്ഷമിക്കാതെ കിടക്കും. 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചാരം മൂടി തീക്കട്ട പോലെ പ്രശ്നം മറന്നുപോയാലും പിന്നൊരവസരത്തിൽ ചാരം ഊതി മാറ്റിയിട്ട് തീക്കട്ട തെളിഞ്ഞു വരും. അതുകൊണ്ട് ഭർത്താവിനെ മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കാതെ കിടക്കും. സ്ത്രീയോട് എന്നാ പറഞ്ഞാലും അവളങ്ങ് ക്ഷമിക്കും, പക്ഷെ മറക്കാതെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കും. 2024 മാർച്ച് മാസം 29-ാം തീയതി ഭാര്യ ഭർത്താവിനോട്, എന്നാലും 2005 തൻ്റെ മുടിഞ്ഞ കുടി എന്നാ ഒരു കുടിയായിരുന്നു, വർഷം എത്ര കഴിഞ്ഞു, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവ് മനസ്സിലാക്കണം. ഒരു സാറും ടീച്ചറും 2 പേരും നല്ല അധ്യാപകരാണ്. ഈ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയോ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ എല്ലാ കാര്യവും ചോദിച്ചറിയും, ഇവരങ്ങോട്ടും പറയും. ഒരു ദിവസം കെട്ടിയവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇടി സ്കൂളിൽ ഒരു പുതിയ മിനി ടീച്ചർ, മിനി മെഡിക്കൽ ടീച്ചർ, നീണ്ട മുടി, തക്കാളിപ്പഴത്തിലെ ചുമപ്പ്, പക്ഷെ മുഖത്ത് മുഴുവൻ കാര, കാണുമ്പോൾ ഏതാണ്ട് പോയിരിക്കുന്നു. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്ങൾക്കും കാരയുണ്ട്, തനിക്ക് തന്നെ അവിടെ വഴിക്ക് പോട്ടെ. എല്ലാം കഴിഞ്ഞു. 2 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ സാറ് കൈൻറ്റി കൊണ്ടായി ഗ്യാസ് കുറ്റിയും കയറ്റിക്കൊണ്ട് രാത്രി വരിക. ഇപ്പം ഇരുട്ടായി പോയി. ഗേറ്റ് കയറുന്ന വന്നപ്പോഴുണ്ട് അവിടെ ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചിരുന്നു പൂന്തോട്ടത്തിൻ്റെ സൈഡ് കയറ്റാൻ വേണ്ടി. ഒരു കട്ടയിലിടിച്ച് സാറും സ്കൂട്ടറും കൂടെ തെന്നി വീണു. ഇയാൾ ഭാര്യയോട് പറഞ്ഞു, ഡി എന്തൊരു മര്യാദകേട, എൻ്റെ കയ്യാകാലം ഒടിഞ്ഞാലോ, പറയണ്ടേ, കട്ട ഇറക്കി വെച്ച കാര്യം ഇരുട്ടത്ത് കാണാൻ പറ്റുമോ? ഉടനെ ഭാര്യയോട് പറയും, പിന്നെ മിനി ടീച്ചറിൻ്റെ കുറ്റിമീശ കണ്ട ആൾക്ക് ഇത്ര ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ. 2 വർഷം കഴിഞ്ഞാൽ മറക്കണം. മറക്കും, ക്ഷമിക്കും, പക്ഷെ മറക്കുകയില്ല. ഈ ഒരു വ്യത്യാസം. വീണ്ടും ആണുങ്ങൾക്ക് മനക്കെട്ടിയും തൊലിക്കെട്ടിയും കൂടുതൽ, പെണ്ണുങ്ങൾക്ക് ഈ 2 കെട്ടിയും വളരെ കുറവാണ്. മനക്കെട്ടിയും തൊലിക്കെട്ടിയും. വീട്ടിൻ്റെ പുറത്ത് ഒരനക്കം കേട്ടു. ഭർത്താവ് ടോർച്ച് കൊണ്ടിറങ്ങി, ഭാര്യ പൊന്നുമനുഷ്യ പോകരുത്, ആനയാണ് ചേനയാണ് ഓരോന്നും പറഞ്ഞ് വിലക്കും പേടി. അപ്പം മനക്കെട്ടി കുറവാണ്. മനക്കെട്ടി ഭർത്താവ് ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കണം. അപ്പം തൊലിക്കെട്ടി. ആണുങ്ങൾ ക്ഷയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പോലോ പിടിച്ച പോലെ പാറപ്പുറം പോലെ നല്ല കെട്ടി. പക്ഷെ പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ ബണ്ണയിലോ മോഡേൺ ബ്രെഡോലോ പിടിച്ച പോലെ ഒരു നല്ല മയം. അതുകൊണ്ടാണ് ആണുങ്ങൾ കൊച്ചുങ്ങളെ എടുക്കുമ്പോൾ അത് കാറാൻ തുടങ്ങും, അത് സർവക്കല്ലെ മുട്ടിയതുപോലെ. അമ്മ എടുക്കുമ്പോഴേ കരച്ചിൽ നിർത്തും, ഡ്യൂറോപ്ലസ് ഡള്ളപ്പ് മുത്തിക്കിട്ട് മുട്ടിയതുപോലെ. കാരണം ഈ അമ്മയ്ക്ക് മയം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെപ്പോഴും എല്ലാവരും അമ്മയ്ക്ക് ആ മയം, അമ്മയെ വിളിക്കുള്ളൂ. അമ്മേ ഷർട്ടെന്തിയെ, അമ്മേ നിക്കരെന്തിയെ, അമ്മേ കൊടയെന്തിയെ, അമ്മേ ചോറെന്തിയെ, അമ്മേ ചെരുപ്പെന്തിയെ. അപ്പുറം ഒറ്റ ചോദ്യമുള്ളൂ, അപ്പ അമ്മ എന്തിയെ ഇത്ര ചോദിക്കത്തുള്ളൂ. ഈ വ്യത്യാസം മനസ്സിലാക്കണം, 2 പേരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് വിജ്ഞാനം എന്ന് പറയും. വിജ്ഞാനം. 2 വിശുദ്ധി. കുടുംബത്തിലെ 2ാമത്തെ തൂണാണ് വിശുദ്ധി. എന്താ വിശുദ്ധി? വിശുദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ കല്യാണം കഴിച്ച പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതമുണ്ടെന്ന് എനിക്കറിയാം. പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാർ വീതമുണ്ട്. ഒരാൻറ്റി എന്നെ തുറിച്ച് നോക്കുന്നു, കുളവാക്കാൻ വന്നതാണോ എന്ന പരുവത്തിൽ. ഞാൻ തന്നെ വിവരിക്കാം. 2 ഭാര്യമാർ, 2 ഭർത്താക്കന്മാർ. പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, കല്യാണത്തിന് മുമ്പ് ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ദേഹ സൗന്ദര്യം, മോഹൻലാലിൻ്റെ ചെരിഞ്ഞുള്ള നടപ്പ്, പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ, ഉണ്ണിമുഖത്തിൻ്റെ കട്ടിമീശ, കട്ടി മസില്, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം തന്നതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാളെ തന്നു. മെലിഞ്ഞ ആളെ കിട്ടിയിട്ട് പിന്നെ കട്ടിമിസിലുകാരനെ നോക്കുന്നതാണ് വ്യഭിചാരം.
ഹൃദയത്തിൽ ഒരു വിശുദ്ധി വേണം. കിട്ടിയ പുരുഷൻ അതിനപ്പുറത്തൊന്നും വേണ്ടേ വേണ്ട. ഇനി ആണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ യാത്രാ സിനിമയിലെ ശോഭനയുടെ ഭംഗി, കാവ്യമാധവൻ്റെ ഉന്തിയ കണ്ണ്, സമൃദാസുരൻ്റെ കോമ്പല്, പണ്ടത്തെ ദിവ്യാണിയുടെ മെലിഞ്ഞ പെടലി, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം തന്നതോ ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ തന്നോ തന്ന ആളോട് ജീവിക്കണം. അതിനപ്പുറത്തേക്ക് ഇതിലാരും. ഒരു യുവാവ് പറയുക, എൻ്റെ അച്ചു എനിക്ക് വയസ്സ് 27, പെണ്ണ് കെട്ടിയിട്ടില്ല, ഒരു പെണ്ണുകളെ കുറിച്ച് എനിക്കൊന്നും തോന്നിയിട്ടുമില്ല, ഒരു വികാരോട് തോന്നുന്നില്ല. ഞാൻ വിശുദ്ധനാണോ? അല്ല. മറുപടി ഒന്നേ ഉള്ളൂ, പൊന്നു മോനെ, നിന്റെ മർമ്മപ്രധാനമായ ഏതോ ഞരമ്പ് വിട്ടുപോയി എന്നുള്ളതാണ്. ആണാണോ പെണ്ണിനെ നോക്കണം, അല്ല ഷണ്ടന. പെണ്ണാണോ ആണിനെ നോക്കും. പക്ഷെ കയറൂരിയിട്ട് വികാരം പാടില്ല. കയറൂരി വിട്ടത്, അതാണ് വിശുദ്ധി എന്ന് പറയുക. ദൈവം തന്ന ഭർത്താവ്, ദൈവം തന്ന ഭാര്യ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനെ വിളിക്കും വിശുദ്ധി. ഇപ്പോൾ 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം. എന്താ വിവേകം? വർത്തമാനത്തിൽ വിവേകം വേണം. ഒരു സ്ത്രീ ഓർക്കണം, ഈശ്വരൻ എനിക്ക് തന്ന ഏറ്റവും വിലപ്പെട്ട മനുഷ്യൻ എൻ്റെ ഭർത്താവ്. ഒരു പുരുഷൻ ഓർക്കണം, ഈശ്വരൻ എനിക്ക് തന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എൻ്റെ ഭാര്യ. ഇതാണ് വിവേകം എന്ന് പറയുക. വിവേകമില്ലാത്ത വാക്ക് ഒരിക്കലും പറയല്ലേ. ചിലപ്പം ചില പാഴ്വാക്കുകൾ കുടുംബബന്ധങ്ങളെ ശിഥിലമാക്കാം, തകർത്ത് താറുമാറാക്കാം. ഭർത്താവും ഭാര്യയും കൂടി 1 മാസം പിണങ്ങിയിരുന്നു. 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഭാര്യ ക്ഷേത്രത്തിൽ പോവുക. ഭർത്താവ് പിണങ്ങാൻ വേണ്ടി ചോദിച്ചു, നീ ക്ഷേത്രത്തിൽ പോവാണോടി? അല്ല, നരകത്തിൽ പോവാ. താൻ കൂട്ടത്തിൽ പോരുന്നുണ്ടോ? അവൻ അടിച്ചും നിലടി, എനിക്ക് നല്ല തിരക്കാ, അവിടെ ചെല്ലും നിൻ്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ബന്ധങ്ങൾ കുറയുക. ഭർത്താവ് ഒരു നീല പാൻസ് ഇട്ടു, ചുവന്ന ഷർട്ട് ഇട്ടു, ഒരു മഫ്ലറും കഴുത്തിൽ ചുറ്റി. ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ടടി എന്നെ കണ്ടാൽ? പ്രതീക്ഷ മറുപടി, ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഇവൾ എഴുത്തടിച്ചവളെ പറയുക, കേമോ ആയിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. പിന്നെ അവൻ്റെ മറുപടി, സത്യവാടി, കഴിഞ്ഞ 20 വർഷമായിട്ട് നിന്നെപ്പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ തന്നെ ഇത് പറയണം. അപ്പം വിവേകമില്ലാത്ത വാക്ക് കുടുംബത്തിൽ ഒരിക്കലും പറയരുത്. ഒരു ഭർത്താവും ഭാര്യയും കൂടി 1 മാസം പിണങ്ങിയിരുന്നു. പിണക്കം മൂത്തപ്പോൾ അവർക്ക് തോന്നി അകന്നു പോവും. 1 മാസം കഴിഞ്ഞപ്പോൾ വിവാഹ വാർഷികം. 2 പേരും തീരുമാനിച്ചു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ 25ഓളം ദമ്പതിമാർ ഇണങ്ങാൻ വേണ്ടി അവിടെ തന്നെ വന്നിരിപ്പുണ്ട്. ഇപ്പം ഒരു മേശപ്പുറത്ത് ലഡു, ജിലേബി, ഐസ്ക്രീം, തണ്ണിമത്തങ്ങ, മാങ്ങ, ആപ്പിള്, മുട്ടായി, സ്വീറ്റ്സ് ഐറ്റങ്ങൾ തന്നെ. 2ാം മേശപ്പുറത്ത് പൊറോട്ട, കൊത്തു പൊറോട്ട, ബ്രെഡ്, നാന്, അപ്പം, തിന്നാൻ കൊള്ളാവുന്ന സാധനം. 3ാമത്തെ മേശപ്പുറത്ത് ഗോപി മഞ്ചൂരി, ഫിഷ് മോളി, വെജിറ്റബിൾ കുറുമ, ലിവർ ഫ്രൈ, ബീഫ് ഫ്രൈ, ഇതെല്ലാം വെച്ചിരിക്കുന്നു. എല്ലാവരും ഇരുന്നു. ഒരു കെട്ടിന് ഇണങ്ങാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞു, എൻ്റെ സ്വീറ്റി കുറേ സ്വീറ്റ്സ് എടുത്തു തരാമോ? അവൾ മധുരപലഹാരം എടുത്തു കൊടുത്തു. അവരങ്ങ് ഇണങ്ങി. 2ാമത്തെ കെട്ടിയവൻ പറഞ്ഞു, എൻ്റെ കരളെ ആ ലിവർ ഫ്രൈ എടുത്തു തരാമോ? അവരും അങ്ങ് ഇണങ്ങി. 3ാമത്തെ സ്ത്രീ പറഞ്ഞു, ഇങ്ങനെ വല്ലതും പറ, എനിക്കൊരു നല്ല മൂടുണ്ടാകട്ടെ. അവൻ ഭാര്യയോട്, എൻ്റെ പോത്തെ ആ ബീഫ് ഫ്രൈ എടുത്തു തരാമോ? അതോടെ കൂട്ടേടിയായിരുന്ന. വിവേകമില്ലാത്ത വാക്ക് പറയല്ലേ, വിവേകമുള്ള വാക്കേ പറയാവൂ. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം. കുടുംബത്തിൽ വിധേയത്വം വേണം. ഒരമ്മ നല്ല വിധേയത്വം അപ്പനോട് കാണിക്കണം. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അത് പോയപ്പോഴാണ് കുടുംബങ്ങൾ തകരാൻ തുടങ്ങിയത്. അപ്പൻ്റെ അവകാശമല്ല, ഒരമ്മയുടെ ഔദാര്യമാണ്. മക്കളും കുടുംബവും നിലനിൽക്കാൻ സഹിക്കാൻ കൂടുതൽ കഴിവുള്ള ഞാൻ കുറച്ചുകൂടി വിധേയത്വം കാണിക്കും. ഇത്ര ആണുങ്ങൾക്ക് പറ്റിയെന്നിരിക്കുകയല്ല. പക്ഷെ ആണുങ്ങളും കാണിക്കണം. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് എന്തെല്ലാം സമത്വം പറഞ്ഞാലും വിട്ടുവീഴ്ചയില്ലാത്തൊരു അമ്മയുണ്ടെങ്കിൽ, വിധേയത്വമില്ലാത്തൊരു അമ്മയുണ്ടെങ്കിൽ ആ കുടുംബം തകരത്തിലുള്ളൂ. ഇപ്പോൾ ഒരു വിധേയത്വത്തിൻ്റെ മനസ്സ്. ഒരു ഭർത്താവ് മനഃശാസ്ത്രത്തിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ, ഒരു വിറ വരിക. മനഃശാസ്ത്രം പറഞ്ഞു, വരയ്ക്കാനൊന്നുമില്ല. വൈകുന്നേരം 6:30 കുടിയനെ പോലെ അഭിനയിച്ച് മുണ്ട് മടക്കി കുത്തി തലക്കെട്ടും കെട്ടി ഗേറ്റ് അങ്ങോട്ട് കടന്നു ചെല്ലുക. ചെന്നിട്ട് പറയണം, പുല്ലാണേ പുല്ലാണേ ഭാര്യ, എനിക്ക് പുല്ലാണേ. അങ്ങനെ പറയാൻ പറഞ്ഞു.
ഇവൻ ധൈര്യം ശേഖരിച്ച് ഗേറ്റ് കടന്നു, മുറ്റത്തി നിന്നു. പുല്ലാണ് പുല്ലാണ്. ഭാര്യ ഒരു ചെരവയും കരുകത്തിയായിട്ട് വരാന്തലേക്ക് എറിയും. എന്നാടു താൻ പറയുന്നതെന്ന് ചോദിച്ചു. പിന്നെ സകല ധൈര്യം ചോർന്നു പോയി. അവൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണ് എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് പറിച്ചിട്ട് പോയിരുന്ന ഒരു ഭർത്താവ് ഭാര്യയേക്കാൾ അടിമയായോ മക്കൾ ധിക്കാരികളാവും. കുടുംബത്തിൽ വിധേയത്വത്തോടെ ജീവിക്കുന്ന ഒരു അമ്മയുണ്ടോ, മക്കൾ അപ്പനെയും അമ്മയെയും അനുസരിക്കും. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ വരുമാനം തുല്യമായപ്പോൾ, ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ വരുമാനമായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. കുടുംബ കോടതിയിൽ ഒരുപാട് കേസുകൾ രണ്ട് കാര്യത്തിൻ്റെ പേരിലാണ്. ഒന്ന്, ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ഇടം കിട്ടുന്നില്ല. രണ്ട്, ഭർത്താവിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല. ഒരുപാട് കുടുംബ കേസുകൾ ഇങ്ങനെയാണ് വരിക. പറഞ്ഞ് കോടതിക്ക് പുറത്ത് കേസ് തീർക്കാറുണ്ട്. കോടതിയിലും തീർത്തുപോകുന്ന രംഗങ്ങളുമുണ്ട്. ഇവിടെയാണ് എൻ്റെ മക്കളെ, എൻ്റെ വീട്, അതിന് നന്മയ്ക്ക് വേണ്ടി ഞാൻ വിധേയത്വം കാണിക്കും, കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഭാഗ്യം ലഭിക്കാൻ. ചിന്തകളെ അവസാനിപ്പിക്കട്ടെ. 5, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്താണ്? വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഭാര്യയാൽ വീണ്ടെടുക്കപ്പെടുന്നു. എന്തെല്ലാം കുറവുകൾ ഭർത്താവിനുണ്ടെങ്കിലും ഒരു ഭാര്യ നെഴല് പോലെ കൂടെ നിന്ന് ആ ഭർത്താവിനെ വീണ്ടെടുക്കണം. എന്തെല്ലാം കുറവുകൾ ഭാര്യയ്ക്കുണ്ടെങ്കിലും ഭർത്താവ് കൂടെ നിന്ന് അവൻ്റെ പ്രവൃത്തികളാൽ ഭാര്യയെ വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കുടുംബം കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ വീണ്ടെടുപ്പിൻ്റെ ചിന്ത മനസ്സിലേക്ക് വരണം. ഒരുപക്ഷെ നമ്മൾ ഓർത്തുപോലെ ആയിരിക്കുകയല്ല ഭർത്താവിൻ്റെ സ്വഭാവം, ഓർത്തുപോലെ ആയിരിക്കുകയല്ല ഭാര്യയുടെ സ്വഭാവം. കുറേ നാൾ കഴിയുമ്പം ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കും, ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കും. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വാതിൽ നിൽക്കുമ്പോൾ 65 വയസ്സ് പ്രായം വരുന്ന ഒരു ഭർത്താവും ഭാര്യയും ഒരു ഇൻഡിക്ക കാറെ വന്നിറങ്ങി. ഇൻഡിക്ക കാറ് പാർക്ക് ചെയ്തു. ഇവര് നടന്നു പോകുമ്പോൾ കെട്ടിയവൻ്റെ ഇടത് കൈ ഭാര്യയുടെ ഭരതികയുടെ കക്ഷത്തിലിട്ട് W എഴുതുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആൾക്കാർ ചോദിച്ചു, ഈ പ്രായത്തിൽ എന്തൊരു പ്രേമം? കെട്ടിയൻ പറഞ്ഞു, പ്രേമമൊന്നുമല്ല, ഇവിടെ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇവിടെ കയ്യേന്ന് വിട്ടാൽ ഇവിടെ ഷോപ്പിങ്ങിന് ഓടിപ്പോകും, പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മുറുകെ പിടിച്ചിരിക്കുക. കുറേ കഴിയുമ്പോഴറിയുക സ്നേഹത്തിൽ ആയിരിക്കാനും കുടുംബ സംഗമങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഉത്തമനായ ഭർത്താവായി ഉത്തമയായ ഭാര്യയായി ജീവിക്കാം. നല്ല കുഞ്ഞുങ്ങളാൽ അലങ്കൃതമായ ഭവനമായി വീട് മാറട്ടെ. പ്രായമായ അപ്പനെ അമ്മയെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിക്കാം, വന്നിരിക്കാം. ക്ഷേത്ര ദർശനമുള്ള ഈശ്വര ചൈതന്യമുള്ള പ്രാർത്ഥനയുടെ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അതിന് നല്ലവനായ ജഗദീശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.